നമ്മുടെ അധ്യക്ഷൻ ബഹുമാന്യനായ ഡോക്ടർ R.C. തോമസ് അച്ഛൻ, ഏറ്റവും ആദരണീയരായ ഈശോ മാത്യു അച്ഛൻ, ജോൺ തോമസ് കരിങ്ങാട്ടിലച്ഛൻ, വിചാരയുടെ ടീം അധ്യക്ഷനായിരിക്കുന്ന ശ്രീ പ്രൊഫസർ മാമൻ വർക്കി, ഇവിടെ വന്നിരിക്കുന്ന ബഹുമാന്യരായ വൈദിക സഹോദരന്മാരെ, മറ്റ് സ്നേഹിതരെ, നാം ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഒരു പര്യവേക്ഷണം, എക്സ്പ്ലോറേഷൻ എന്നാണ് പൊതുവായ ഒരു ധാരണ. ഇത് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു വ്യക്തിയുടെ അടിസ്ഥാനത്തിലോ അല്ല നാം കൂടിയിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ഇവിടെ കൂടി വന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ദൗത്യം എന്താണ്, നമ്മുടെ വിളി എന്താണ് എന്ന് അല്പം ആഴമായിട്ട് ചിന്തിക്കുക, ഒരുമിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചിരുന്നത്. നമ്മൾ പല വിഷയങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തമ്മിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ബന്ധം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാകും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരാളിനെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞാൽ 4 വർഷമോ 5 വർഷമോ പഠിപ്പിച്ച ഒരാളിനെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ വളരെ വളരെ ഉപരിപ്ലവമായ അറിവ് മാത്രമേ ഉള്ളൂ. ക്ലാസ്സിൽ വെച്ച് കാണും, ചാപ്പലിൽ വെച്ച് കാണും, പിന്നെ അവിടെയും ഇവിടെയും ഒക്കെ വെച്ച് കാണും. അദ്ദേഹം എവിടെത്തുകാരനാണെന്ന് അറിയാം, അദ്ദേഹം കല്യാണം കഴിച്ച ആളാണോ അല്ലയോ, വീട്ടിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അല്പമൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കും. അതുകൊണ്ട് എൻ്റെ ചക്രവാളം ഞാൻ അവസാനിപ്പിക്കുക, അതിനപ്പുറത്തേക്കൊന്നും അറിയുന്നില്ല. പക്ഷേ ആഴമായിട്ട് അറിയുന്നത് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴാണ്. ഞാൻ പലപ്പോഴും ഓർക്കുന്നൊരു സംഗതി, ഇവിടുത്തെ മുൻ പ്രിൻസിപ്പലായിരുന്ന ഞങ്ങളുടെ ഗുരുവായിരുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ പലർക്കും ഭയമാണ് അടുത്ത് സംസാരിക്കാനായിട്ട്. ഓഫീസിലിരിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം ഒരു ഭയം ജനിപ്പിക്കുന്ന വ്യക്തിയായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ യാത്ര ചെയ്യുന്ന സമയത്ത്, യാത്ര കൂടെ ചെയ്തിട്ടുള്ളവർക്കറിയാം, ഇതെല്ലാം അങ്ങ് മാറും. യാത്ര ചെയ്യുമ്പോഴേ അദ്ദേഹം പൂർണ്ണമായിട്ടും അങ്ങ് ഓപ്പൺ അപ്പ് ചെയ്യും. അപ്പോഴാണ് നമുക്കിത് ആരാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു അവസരം കിട്ടുന്നത്. നമ്മളും അങ്ങനെയാണ്. ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ കോ ട്രാവലേഴ്സ് ആയിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാം. ഈ ട്രെയിനിൽ കയറുമ്പം നമുക്കെല്ലാം റിസർവേഷൻ ഉള്ളതാണ്. എന്നാലും ആദ്യം കയറുമ്പം ഒരു ഹോസ്റ്റിലിറ്റിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അവൻ എൻ്റെ ബർത്താണോ എടുക്കാൻ പോകുന്നത്, എൻ്റെ സീറ്റ് അവൻ കയറി ഇരിപ്പുണ്ടോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയത്തോടെയാണ് നോക്കുന്നത്. എല്ലാവർക്കും സീറ്റ് കിട്ടി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ അന്തരീക്ഷം പൂർണ്ണമായിട്ടും മാറി. ആരും സ്ട്രേഞ്ചേഴ്സ് അല്ല. അപ്പം നമ്മുടെ ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞു, ഒരുമിച്ച് എന്തെങ്കിലും കളിക്കുന്നു, സംസാരിക്കുന്നു, വായിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, അന്തരീക്ഷം മുഴുവൻ മാറുന്നു. ഇതാണ് ഈ ട്രാവലിങ്ങിന്റെ ഒരു വലിയ ഗുണമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ തോന്നുന്നത്. കാരണം വി ആർ ഓൺ ദ മൂവ്. നമ്മൾ ഒരിടത്ത് സ്ഥിരമായിട്ട് ഇരിക്കുന്നത് പോലെ അല്ല. ഒരുമിച്ച് പോകുമ്പോൾ അത് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു വലിയ അവസരം നമുക്കുണ്ടാകും. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഈ സെമിനാരി പഠിപ്പിച്ചുകൊണ്ടിരുന്ന വർഷങ്ങളിലൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഭാരം ഇതാണ്. നമ്മൾ എല്ലാവരും അവരവരുടേതായ ചുറ്റുവട്ടങ്ങളിൽ ഇങ്ങനെ ഒതുങ്ങി കഴിയുകയാണ്. ആരും ഒരു എക്സ്പ്ലോറേഷൻ നടത്തുന്നില്ല. ഓർത്തഡോക്സ് സഭയിലെ ശമാശന്മാരും അച്ഛന്മാരും ഓർത്തഡോക്സ് സഭയുടെ ചുറ്റുവട്ടങ്ങളിൽ അതിൻ്റെ ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒരു പ്രത്യേക ഫ്രെയിംവർക്ക് കഴിയുക. അത് തന്നെ മാർത്തോമാ സഭയിലും സംഭവിക്കാം, CSIയിലും സംഭവിക്കാം, മറ്റു സഭകളിലും സംഭവിക്കാം, എല്ലായിടത്തുമാകാം. എവിടെയാണ് ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഒരുമിച്ച് ഒരു പര്യവേക്ഷണം നടത്താൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യം ആഴമായി നമ്മുടെ മനസ്സിൽ വരേണ്ട ഒന്നാണ്. പ്രൊഫസർ മാമൻ വർക്കി ഈ കാര്യം എന്നോട് സൂചിപ്പിച്ച സമയത്ത് എനിക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു. ഈ വാക്ക് ഹൊറൈസൺ എന്നുള്ള വാക്കും അദ്ദേഹം കൊണ്ടുവന്നതാണ്, എക്സ്പ്ലോറിങ് ദി ഹൊറൈസൺ ഓഫ് ഫെയ്ത്ത്. അത് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഞാൻ താമസിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാം, ദേവലോകം എന്ന് പറയുന്ന മനോഹരമായ പേരുള്ള ഒരു സ്ഥലത്താണ്. ഒരു കുന്നിൻ്റെ പടിഞ്ഞാറേ ചെരുവിലാണ്. അവിടെ നിന്ന് നോക്കിയാൽ ചക്രവാളം കാണാം. സാധാരണ സന്ധ്യാസമയത്ത് കഴിയുമ്പോൾ ഞാൻ കുഞ്ചാപ്പാടത്തോടൊക്കെ നടക്കാറുണ്ട്. സന്ധ്യയാകുമ്പോഴേ വളരെ വളരെ വിശാലമായ ആകാശ വിതാനം, താഴെ വെള്ളവും പച്ച നിറമുള്ള
ചെടികളോ അല്ലെങ്കിൽ നെല്ലോ എന്തെങ്കിലും കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഈ പക്ഷികളുടെ കൂട്ടങ്ങൾ ഇങ്ങനെ പറന്നു വരും. പലതരം പക്ഷികളുണ്ട്. സൈബീരിയയിൽ നിന്ന് വരുന്ന ദേശാടന പക്ഷികളും ആ കൂടെയുണ്ട്. അപ്പൊ ഈ ആകാശത്തിന്റെ ആ പശ്ചാത്തലത്തിൽ ഈ മേഘങ്ങൾക്ക് വിവിധ വർണ്ണങ്ങൾ വരുമ്പോൾ ഈ പക്ഷികൾ ഇങ്ങനെ ഒരു കൊറിയോഗ്രാഫി ഉണ്ടാക്കും. അതിൻ്റെതായ ഒരു ഡാൻസ് മൂവ്മെന്റ് ഉണ്ട്. അത് ദിവസവും മാറി മാറി വരും. ഒരു ദിവസം കാണുന്നതായിട്ട് പിറ്റേ ദിവസം കാണുന്നു. ഇതിങ്ങനെ ദിവസവും കാണുമ്പോൾ ഈ ചക്രവാളം എന്താണ് എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരും. രണ്ട് കാര്യങ്ങൾ അതേക്കുറിച്ച്, ആ വാക്കിനെ കുറിച്ച് തന്നെ പറയാനുണ്ട്. ഒന്ന്, ഈ ചക്രവാളത്തിന് ഒരു സന്ദിഗ്ധതയുണ്ട്, ഒരു ആംബിഗ്വിറ്റി ഉണ്ട്. അതായത് ഇതെന്റെ ചക്രവാളമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ കാഴ്ചപ്പാട് അവിടെ അവസാനിക്കുന്നു എന്ന് അർത്ഥമാക്കാം. അങ്ങനെയാണല്ലോ, സ്വർഗവും ഭൂമിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഇടമാണ് ചക്രവാളമെന്ന് കവികൾ പറയും. അപ്പം നമ്മുടെ കാഴ്ചപ്പാട് അവിടെ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് ദർശനമില്ല. ഇതൊരു ക്ലോസ്ഡ് വേൾഡാണ്. ദ ഹൊറൈസൺ ക്ലോസസ് യുവർ വേൾഡ്. അതൊരു അർത്ഥമാണ്. പക്ഷേ ഞാൻ ഒരിടത്ത് നിൽക്കുകയാണ്, ഞാൻ മുൻപോട്ട് നീങ്ങുകയാണെങ്കിൽ, ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ചക്രവാളവും പുറകോട്ട് മാറിക്കൊണ്ടിരിക്കും, അത് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ചക്രവാളം എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വന്തം കൺസ്ട്രക്ഷനാണ്, എൻ്റെ ഒരു സൈക്കോളജിക്കൽ കൺസ്ട്രക്ഷൻ. അങ്ങനെ ഒരു വാസ്തവത്തിലില്ല. ചക്രവാളം എന്ന് പറയുന്നത് ഒരു സംഗതി യഥാർത്ഥത്തിലില്ല. ഞാൻ മുമ്പോട്ട് പോകും തോറും ചക്രവാളം വികസിച്ച് വികസിച്ച് വരും. പുതിയ ലാൻഡ്സ്കേപ്പ് ഞാൻ കാണും, പുതിയ ആകാശം കാണും, പുതിയ ആളുകളെയും സംസ്കാരങ്ങളെയും മൃഗങ്ങളെയും പക്ഷികളെയും ചെടികളെയും കാണും. ആസ് യു മൂവ് ഫോർവേഡ് ദി ഹൊറൈസൺ റിസീഡ്സ് കണ്ടിന്യൂസ്ലി. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പ്ലോറേഷന്റെ, നമ്മുടെ പര്യവേഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. We are not going to stay in one place, we are not going to stay put, but we are on the move, continuously on the move. അപ്പം നമ്മുടെ ചക്രവാളം തുറന്നു വരും. ചക്രവാളം വിശാലമാകും തോറും നമുക്ക് പുതിയ കാഴ്ചപ്പാടുകളും പുതിയ ദർശനങ്ങളും കിട്ടും എന്നുള്ളതാണ്. ഇത് മുൻകൂട്ടി നമ്മൾ നിശ്ചയിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ മാമൻ വർഗീസ് സാർ സൂചിപ്പിച്ചതുപോലെ ചില വിഷയങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ആ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുകയാണ്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴേ യു ഡിസ്കവർ ന്യൂ തിങ്സ്. ഈ ഐപാഡ് നിങ്ങൾ ചിലെങ്കിലും ഉപയോഗിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ടച്ച് സ്ക്രീനുള്ള ഫോണ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇതൊരു ഒരു അമേസിങ് ഇൻവെൻഷനാണ്. ഞാൻ എനിക്കൊരാൾ ഐപാഡ് സമ്മാനം തന്നു. ഞാനതുകൊണ്ട് ഇപ്പം അത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഏതോ ഒരു വിഷയം, തിയോളജിയിൽ ഏതൊരു വിഷയം ഇങ്ങനെ ആർട്ടിക്കിൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൊതുക് വന്ന് അതിലിരുന്നു. അപ്പൊ ഞാൻ അറിയാതെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഈ കൊതുകിനെ തോണ്ടിക്കളഞ്ഞപ്പം തുറന്നു വരുന്നതെന്ന് അറിയാമോ? നിരീശ്വരവാദികളുടെ ഒരു വലിയ സൈറ്റാണ്. ദൈവത്തിൽ നിന്നും ആത്മാവിൽ നിന്നും മാലാഖമാരിൽ നിന്നും ഞാൻ വിട്ടിട്ട് പൂർണ്ണമായിട്ടും നിരീശ്വരന്മാരുടെ ലോകത്തിലാണ് ഈ കൊതുകിനെ തോണ്ടിയപ്പോൾ കിട്ടിയത്. അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് തൊട്ടാൽ the touch opens up a new universe. അതാണ് ഇപ്പം ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ കാണുന്നത്. അതെന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു സംഗതിയാണ്. സെയിം തിങ് ഫോർ ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഒന്ന് തൊട്ടാൽ അത് ഓപ്പൺ അപ്പ് ചെയ്യും. പക്ഷെ നമുക്ക് അത് അറിയാനുള്ള സെൻസിറ്റിവിറ്റി നമ്മൾ വികസിപ്പിക്കാത്തത് കൊണ്ട് നമുക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ സാറ് പറഞ്ഞല്ലോ, ഒരു ക്യാമ്പ് ഇവിടെ നടക്കുക. അത് ടീനേജേഴ്സിന് വേണ്ടിയുള്ള ക്യാമ്പാണ്. കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന കുട്ടികളാണ്. ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള കുട്ടികളുമുണ്ട് അതിൻ്റെ അകത്ത്. ഈജിപ്തിൽ നിന്നുള്ള ഈജിപ്ഷ്യൻ നാഷണാലിറ്റി ഉള്ളവരും അതിൻ്റെ അകത്തുണ്ട്. ചെറുപ്പക്കാരെല്ലാവരും. ഞങ്ങൾ ഇന്നലെ ഇവിടെ ക്ലാസ് എടുത്തപ്പോഴേ അവരിറങ്ങി പുറത്തു നിന്ന് പലതരത്തിലുള്ള പ്ലാന്റ് സ്പെസിമെൻസ് ശേഖരിച്ചു. ഇലകള്, തണ്ട്, പൂക്കള്, അട്ട വരെ ഇവിടെ കൊണ്ടുവന്നു. അത് ഓരോന്നും അവരുടെ ഇമാജിനേഷനെ അത്ഭുതപ്പെടുത്തി. ഞാനൊരു ആദ്യം കൊണ്ടുവന്നത് തൊട്ടാവാടിയുടെ തണ്ട് കൊണ്ടുവന്ന് പൂവുണ്ട്. അപ്പൊ ഈ തൊട്ടാവാടി കണ്ടിട്ടില്ലാത്ത കുട്ടികളാ കൂടിയുണ്ട്. ക്ലാസ്സിൽ കുറച്ചു നേരം വെച്ചെത്തുമ്പോൾ തൊട്ടാവാടിയുടെ ഇല വിടർന്നായിരുന്നു. ഒരാളെ വിളിച്ച് ഇതൊന്ന് തൊടാൻ പറഞ്ഞു. തൊട്ടപ്പോഴത്തേക്ക് ഇലകളെല്ലാം കൂമ്പിപ്പോയി. അവരാദ്യം കാണുക, അങ്ങനെ തൊട്ടാ ഉടനെ കൂമ്പിപ്പോകുന്ന ഇല ആദ്യം കാണുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ചയൊക്കെ നടത്തി. പിന്നെ ഇവർ പുറത്തിറങ്ങി പോയി കഴിഞ്ഞിട്ട് ഒരാളൊരു കുട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നൊരു സാധനമുണ്ട്. ഇലയ്ക്കകത്ത് പൊതിഞ്ഞാൽ കൊണ്ടുവന്നു. ഇലയ്ക്കകത്ത് പൊതിഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചെന്തെങ്കിലും വല്ല വിത്തോ കായോ ഒക്കെ ആയിരിക്കുന്നു.
നോക്കിയപ്പോൾ ഈ ചുവന്ന അട്ടയാണ്, അത് ചുരുണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ പറഞ്ഞത് ഈ ചെടി മാത്രമല്ല, ചില ജീവികളും തൊട്ടാലുടനെ ഇങ്ങനെ ചുരുണ്ടു പോകും. ശരിയാണല്ലോ, അട്ടയെ തൊട്ട് കഴിഞ്ഞാൽ അത് ചുരുണ്ടു പോകും. ഇത് ഒരു പുതിയ ഡിസ്കവറിയാണ്. ഈ ഡേവിഡ് ബോം എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചുപോയി. ഫിസിസിസ്റ്റാണ്, വലിയ ഐൻസ്റ്റൈനൊക്കെ വലിയ ബഹുമാനം ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഈ എൻഫോൾഡഡ് യൂണിവേഴ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. എങ്കിലും നമ്മൾ വിചാരിക്കുന്നതല്ല, സംഗതികളെല്ലാം ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. പല മടക്കുകളുണ്ട്, അനന്തമായ മടക്കുകളുണ്ട്. നമ്മളതിൻ്റെ കാണുന്ന പുറത്തെ ഉപരിപ്ലവമായ തലം മാത്രമേ നാം കാണുന്നുള്ളൂ. നമ്മൾ ഓരോ മടക്കുകളും നിവർക്കും തോറും ഇത് വീണ്ടും പുതിയ ലോകങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പം ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ആസ് എക്സ്പ്ലോറേഷൻ. ഇപ്പം നമുക്ക് ഒരു നെഗറ്റീവ് ബാഗേജ് ഉണ്ട്. അതായത് ഈ കൊളോണിയൽ പീരീഡിൽ യൂറോപ്യൻസ് ഇവിടെ രൂപത്തിൽ പറഞ്ഞാൽ ആദ്യം വന്നത് എക്സ്പ്ലോറേഷന് വേണ്ടി വന്നവരാണ്. അതിൻ്റെ കൂടെ അവർ ബിസിനസ്സിലേക്ക്, വാണിജ്യത്തിലേക്ക് കടന്നു. പിന്നെ രാഷ്ട്രീയമായി നമ്മുടെ ഭൂമിയെല്ലാം പിടിച്ചടക്കി നമ്മുടെ സംസ്കാരത്തിൻ്റെ അധിപന്മാരായി. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ വാക്കിനെ കുറിച്ചൊരു അല്പം ഭയമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞുപോയി. ആ കാലഘട്ടം കഴിഞ്ഞുപോയി. നമ്മളിതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ സെയിങ്സ് ഓഫ് ദ ഫാദേഴ്സ് എന്ന് പറയുന്ന ഒരു നല്ല പുസ്തകം, ഡെസേർട്ട് ഫാദേഴ്സ്, 4-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ മരുഭൂമിയിൽ താമസിച്ച ആളുകളെ കുറിച്ചാണ്. ആ സമയത്ത് 2 തരത്തിലുള്ള സന്യാസിമാരുണ്ടായിരുന്നു. ഒരു കൂട്ടം സന്യാസിമാര് നമ്മൾ പറഞ്ഞവർ എപ്പോഴും യാത്ര ചെയ്യുന്നവരാണ്, നിരന്തരമായിട്ട് ഇങ്ങനെ വോണ്ടറിങ് മങ്സും. വേറെ ചിലര് വോണ്ടർ ചെയ്യുക, അവരവരുടെ സെല്ലിൽ തന്നെ ഇരിക്കും. അപ്പൊ ഈ സെറാപ്പിയോൺ എന്ന് പറയുന്ന ഒരു സന്യാസി വോണ്ടർ, അത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ചെന്ന് റോമിൽ ചെന്നപ്പോൾ ആരോ പറഞ്ഞു, ഒരു സ്ഥലത്ത് വളരെ വിശുദ്ധയായ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്, പക്ഷെ അവര് പുറത്തെങ്ങും പോവുകയില്ല, അവരുടെ ഒരു ചെറിയ കുടിലുണ്ട്, അതിൻ്റെ അകത്ത് മാത്രമേ അവരിയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിന് ഒരു ക്യൂരിയോസിറ്റി തോന്നി. അവിടെ ചെന്ന് ഇവരെ കണ്ടു. അപ്പം അമ്മ അബ്ബ എന്നാണ് വിളിക്കുന്നത് പഴയ ഭാഷയിൽ. അപ്പം ഇവിടെ ചോദിച്ചു, അമ്മ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്, എന്താ എപ്പോഴും ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഐ എം നോട്ട് സിറ്റിംഗ്, ഐ എം ട്രാവലിംഗ്. അപ്പം ഒരിടത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. ട്രാവൽ ചെയ്യുന്ന ആളുകൾ, ബാഹ്യമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകൾ ചിലപ്പോഴേ ഒന്നും തന്നെ മനസ്സിലാക്കാതെ നമ്മളെ പാക്കറ്റ് അയക്കുന്നത് പോലെ വേണം പോയിട്ട് തിരിച്ചു വരുന്നവരും കാണാം. We should be real explorers, not only physically but spiritually and psychologically. അതുകൊണ്ട് ഇവിടെ നമ്മളൊരു തിയോളജിക്കൽ ലെക്ചർ നടത്താനോ അല്ലെങ്കിൽ വളരെ ദൈർഘ്യമായ ഒരു തലത്തിൽ മാത്രം ഒതുങ്ങാനോ അല്ല നമ്മൾ ശ്രമിക്കുന്നത്. We are trying to open up. എന്ന് പറഞ്ഞ പോലെ ഇവിടെ തൊടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. എവിടെ തൊട്ടാൽ പുതിയ പ്രപഞ്ചം ഉണ്ടാകുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഈ പര്യവേഷണം, എക്സ്പ്ലോറേഷൻ എന്ന് ആദ്യമേ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ന് വിഷയമായിട്ട് നമ്മൾ നിർദ്ദേശിച്ചത് നേച്ചർ ആസ് സ്ക്രിപ്ചർ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു സമ്മറി പോലെ തന്നിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ആബ്സ്ട്രാക്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയത്. അതൊരു സമ്മറി പോലെ കരുതിയാൽ മതി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ കിടക്കുന്നില്ല. അതേ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. പിന്നീട് നമുക്ക് ചില ക്ലാരിഫിക്കേഷൻ ഇവിടെ തന്നെ നടത്താം. ഗ്രൂപ്പുകളിൽ നമുക്ക് കൂടുതൽ ചർച്ച നടത്തുകയും ചെയ്യാം. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ ഓരോ സെഷൻ കഴിയുമ്പോഴും നമ്മുടെ മനോഭാവത്തിൽ ഒരു വ്യത്യാസം വരണം. ഇതൊരു ഇന്റലക്ച്വൽ എക്സസൈസ് ആയിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. വി ആർ ഗോയിങ് ടു experience a process of transformation, probably at the psychological, intellectual level first, and then at the social, communal level. അത് ഒരുമിച്ച് പോകേണ്ടതാണ്. എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഇവിടെ വരുന്നവർ മിക്കവാറും പേരും തന്നെ തിയോളജി പഠിച്ച അച്ഛന്മാരായിരിക്കും എന്നുള്ള ധാരണ ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെയല്ലാത്ത ആളുകളുമുണ്ട്. പക്ഷേ ലേ പീപ്പിൾ ആണെങ്കിലും തിയോളജി നല്ലവണ്ണം പഠിച്ചിട്ടുള്ളവരും ഇവിടെ ഉണ്ട് എന്നെനിക്കറിയാം. ഈ വെസ്റ്റേൺ ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ ആദ്യമേ തിയോളജിയെ സംബന്ധിച്ച് നമ്മൾ ആദ്യം കാണുന്നത് ഈ
സോഴ്സസ് ഓഫ് തിയോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലർ സ്ക്രിപ്ചർ ആൻഡ് ട്രഡീഷൻ എന്ന് പറയുന്നവരുണ്ട്. ജനറലി റോമൻ കത്തോലിക്ക ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ സ്ക്രിപ്ചർ ആൻഡ് ട്രഡീഷൻ എന്ന് കാണും. സ്ക്രിപ്ചർ എന്ന് മാത്രം പറയുന്നവരുണ്ട്. സോളാ സ്ക്രിപ്ചൂർ, സ്ക്രിപ്ചർ എലോൺ എന്നുള്ള റിഫർമേഷൻ സ്ലോഗൻ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ജോൺ വെസ്ലിയുടെ ഒക്കെ കാലമാകുമ്പോഴത്തേക്ക് സ്ക്രിപ്ചർ, ട്രഡീഷൻ, റീസൺ ആൻഡ് എക്സ്പീരിയൻസ്, അതാണ് വെസ്ലിയൻ വാഡ്ബ്രി ലാറ്ററൽ എന്ന് തിയോളജിയിൽ പറയുന്നത്. ഈ 4 കാര്യങ്ങളും തിയോളജിയുടെ സോഴ്സാണ് എന്ന് പറയുന്നു. പക്ഷെ എനിക്ക് ഇതൊക്കെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഒരിടത്തും ഈ നേച്ചർ തിയോളജിയുടെ ഒരു സോഴ്സാണെന്ന് ഇവരാരും പറയുന്നില്ല. നേച്ചർ ഞാൻ പറയുന്നത് നമ്മൾ ഈ പോകുമ്പം കാണുന്ന ഒരു നല്ല മനോഹരമായ ലാൻഡ്സ്കേപ്പ് മാത്രമല്ല നേച്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കവി അദ്ദേഹത്തിൻ്റെ കവിതയിൽ ആവിഷ്കരിക്കുന്ന ഒരു സുന്ദരമായ ദൃശ്യം മാത്രമല്ല നേച്ചർ. നേച്ചർ എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ സകല സൃഷ്ടിയെയും കൂടി ഒരുമിച്ചാണ്. ആ വാക്കിന് പല അർത്ഥങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നേച്ചർ ഈസ് ദി ടോട്ടാലിറ്റി ഓഫ് ഗോഡ്സ് ക്രിയേഷൻ. ദൈവത്തിൻ്റെ സർവ്വ സൃഷ്ടിയുടെയും ആകെത്തുകയിലാണ് നമ്മൾ നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ നേച്ചർ തിയോളജിയുടെ ഒരു സോഴ്സാണ് എന്ന് നമ്മൾ പറഞ്ഞ് തുടങ്ങണം. അങ്ങനെ പറയുമ്പോൾ വരുന്ന വ്യത്യാസം, we are going back to a real Christian tradition. ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യകാലങ്ങളിൽ പല ടീച്ചേഴ്സും പറഞ്ഞിരുന്ന ഒരു സംഗതിയുണ്ട്. ദൈവത്തിന് 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാവുന്ന ബൈബിൾ, മറ്റത് പ്രകൃതി, മറ്റത് ദൈവത്തിൻ്റെ സൃഷ്ടി. ഈ 2 പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഈ 2 പുസ്തകങ്ങളിൽ ഒരു പുസ്തകത്തിന് മറ്റേ പുസ്തകത്തേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഏത് പുസ്തകമായിട്ട് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള പുസ്തകം ഏതായിരിക്കും എന്നാണ് നിങ്ങളുടെ വിചാരം? ഈ പേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഈ പേജ് ഇറ്റ്സ് എ കൊട്ടേഷൻ ഫ്രം ജോൺ ക്രിസോസ്റ്റം. ജോൺ ക്രിസോസ്റ്റം ഈസ്റ്റിലും വെസ്റ്റിലും ഒരുപോലെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. 4th സെഞ്ച്വറി ചർച്ച് ഫാദറാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടേഷൻ നിങ്ങളൊരു മിനിറ്റ് എടുത്ത് ഒന്ന് വായിച്ചു. ഞാനത് വായിക്കാം. യു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് വിത്ത് മീ. For if God had given instruction by means of books and of letters, he who knew letters would have learned what was written. But the illiterate man would have gone away without receiving any benefit from this source, unless someone else had introduced him to it. And the wealthy man would have purchased the Bible, but the poor man would not have been able to obtain it. Again, he who knew the language that was expressed by the letters might have known what was therein contained. But the Scythian and the barbarian and the Indian and the Egyptian and all those who were excluded from that language would have gone away without receiving any instruction. This, however, cannot be said with respect to the heavens. But the Scythian, the barbarian, the Indian and Egyptian and every man that walks upon the earth shall hear this voice, for not by means of the ears, but through the sight. It reaches our understanding. And of the things that are seen, there is one uniform perception. There is no difference, as is the case with respect to languages. Upon this volume, the unlearned as well as the wise man shall be alike able to look, the poor man as well as the rich man. And wherever anyone may chance to come, they are looking upwards towards the heavens, he will receive a sufficient lesson from the view of them. ഞാനിത് ദീർഘമായിട്ട് വായിച്ചത്, നമ്മളിങ്ങനെയുള്ള ചില ടെക്സ്റ്റ് വായിക്കാൻ സമയം അധികം കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ സമയം എടുത്തത്. ഇങ്ങനെയുള്ള ടെക്സ്റ്റ് വായിക്കണം.
ഈ ജോൺ ക്രിസോസ്റ്റത്തെ കുറിച്ചുള്ള പൊതുവെയുള്ള ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തിയോളജി പഠിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അതായത് സാമൂഹ്യ നീതിയുടെ വലിയ പ്രവാചകനായിരുന്നു, അല്ലെ? സോഷ്യൽ ജസ്റ്റിസിനെയാണ്. പക്ഷേ ഈ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ഐഡിയയെ അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നൊന്ന് നിങ്ങൾ നോക്കണം. അതായത് നേച്ചർ ഹാസ് എൻ അഡ്വാൻറ്റേജ് ഓവർ ദ റിട്ടൺ ബൈബിൾ. എഴുതപ്പെട്ട വേദപുസ്തകത്തെക്കാൾ തുറന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയായ വേദപുസ്തകത്തിന് അഡ്വാൻറ്റേജസ് പലതുണ്ട്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ഈ എഴുതപ്പെട്ട വേദപുസ്തകം വായിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരിക്കണം. 4-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം സംസാരിച്ച സമയത്ത് എത്ര പേർക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു? 10-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ എത്ര പേർക്ക് അക്ഷരാഭ്യാസം? അധികം പേർക്കൊന്നുമില്ല. 21-ാം നൂറ്റാണ്ടിലെ അമേരിക്കയിൽ നിങ്ങൾ ചെല്ലണം. ഇപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ ചെല്ലണം. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ ധാരാളം പേര് അവിടെയുണ്ട്. അവര് അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഈ സയൻസ് ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇല്ലിറ്ററസി ഈസ് പാർട്ട് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി. കേരളത്തിലെ സിറ്റുവേഷൻ എടുക്കരുത്. കേരളത്തിലെ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഇവിടുത്തെ ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഴുതപ്പെട്ട പുസ്തകം വായിക്കണമെങ്കിൽ നിങ്ങൾ അക്ഷരം പഠിച്ചിരിക്കണം. ഇത് പഠിക്കാത്തവരാണ് 99% ആളുകൾ. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വേദപുസ്തകമാണ് പ്രകൃതി. അപ്പോൾ നോക്കിയ ജസ്റ്റിസിന്റെ വേറൊരു ഡയമെൻഷനാണ് അവിടെ കൊണ്ടുവരുന്നത്. അതുപോലെ അന്നൊരു എഴുതപ്പെട്ട വേദപുസ്തകം വായിക്കണമെങ്കിൽ ഒത്തിരി പണം കൊടുക്കണം. കാരണം അനേക നാളുകൾ ഇരുന്ന് എഴുതി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിന്റെ മെറ്റീരിയൽ തന്നെ, അത് പാർച്ച്മെന്റ് ആണെങ്കിലും പപ്പൈറസ് ആണെങ്കിലും അതിന്റെ മെറ്റീരിയൽ വളരെ എക്സ്പെൻസീവ് ആണ്. ദി ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് ഓൾസോ എ വെരി എക്സ്പെൻസീവ് തിങ്. ഈ കഴിഞ്ഞ ദിവസം ഒരു കത്തോലിക്ക പള്ളിയിൽ 1.5 മണിക്കൂർ കൊണ്ട് വേദപുസ്തകം മുഴുവൻ എഴുതിയതായിട്ട് നിങ്ങൾ പേപ്പറിൽ വായിച്ചു കാണും. 1000 പേരെ ഇരുത്തി ഓരോ ചാപ്റ്ററോ ഓരോ പേജോ എഴുതിപ്പിച്ചതായിരിക്കുകയാണ്. ബട്ട് ദിസ് ഇസ് എക്സ്പെൻസീവ്. അവിടെ ഈ ബ്രിങ്സ് ദ ഹോൾ ഐഡിയ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അവർ ദെയർ. അവിടെ എല്ലാവർക്കും വേദപുസ്തകം ഉണ്ടായിരിക്കണമെന്ന് സഭയിൽ ആരും പറയുകയില്ല. പറഞ്ഞാൽ അത് അൺജസ്റ്റ് ആണ്. കാരണം പണക്കാരന് മാത്രമേ വേദപുസ്തകം വാങ്ങിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പാവപ്പെട്ടവരാണ് ഭൂരിപക്ഷവും, അവർക്ക് വേദപുസ്തകം കിട്ടുകയില്ല എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് ഇന്ത്യക്കാരെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വേദപുസ്തകത്തിന്റെ ഭാഷ അറിയാൻ പാടില്ലാത്ത സ്കിത്തിയൻസ്, ബാർബേറിയൻസ്, ഇന്ത്യൻസ്, ഈജിപ്ഷ്യൻസ്, മോശമായിട്ട് പറയുന്നതല്ല. ഇന്ത്യക്കാരും ഈജിപ്ഷ്യൻസും ഒക്കെ വലിയ സംസ്കാര സമ്പന്നരാണെന്ന് അറിയാവുന്ന ആളായി പറയുന്നത്. പക്ഷേ സംസ്കൃതമല്ല അന്നത്തെ വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത്. അന്ന് എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ യു സീ, അതുകൊണ്ട് ഭാഷയുടെ വിവേചനം കൂടാതെ എല്ലാവർക്കും വായിക്കാവുന്ന പുസ്തകമാണ് പ്രകൃതി എന്ന് ക്രിസോസ്റ്റം പറയുന്നത്. ഐഡിയ ഓഫ് ജസ്റ്റിസ്. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ കേൾക്കുകയല്ല, ഇത് കാണുക ചെയ്യുന്നു. ഈ കേൾവിക്ക് വിവേചനങ്ങൾ ഉണ്ടാകാം, പക്ഷെ കാഴ്ച എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എല്ലാവർക്കും ഒരുപോലെയാണ്. അഗെയിൻ സംതിങ് വിച്ച് ഈസ് ഓപ്പൺ ടു ഓൾ. ദർ ഇസ് എ ജസ്റ്റിസ്, നാച്ചുറൽ ജസ്റ്റിസ് when you open the book of nature, but that justice is not there with the Bible. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ വേദപുസ്തകത്തെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിന് എതിരായിട്ട് പറയുകയില്ല. ബട്ട് ദിസ് ഇസ് an insight coming from early centuries of church, from a very reputed theologian and preacher. ഞാനതൊന്ന് ടെക്സ്റ്റ് എന്നതിലേക്ക് ഒന്ന് വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നേച്ചർ ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി ഈസ് എൻ ഓപ്പൺ ബൈബിൾ. ഇത് നിങ്ങളിവിടെ ചെറിയ അക്ഷരങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ വായിക്കാം. സെയിന്റ് ഓഗസ്റ്റിന്റെ കൊട്ടേഷനൊക്കെയാണ്. ബെനഡിക്റ്റ് ഓഫ് ന്യൂസിയ പറയുന്നു. അവരൊക്കെ ബേസിക്കലി ഇത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിള് നമ്മൾ അച്ചടിച്ച് മടക്കി വെക്കുക, അത് തുറക്കണം. അത് ഒരു അധ്യായമോ വാക്യമോ ഒന്ന് കാണണമെങ്കിൽ അത് തുറക്കണം. അല്ലെങ്കിൽ ഈ തുറക്കാനുള്ള മടികളുണ്ട്. മടിയന്മാരായ ആളുകൾ വേദപുസ്തകം എടുക്കാത്തവരുണ്ട്. ഈ എൻ്റെ അനുഭവം പറയാറുണ്ട്. അവിടെ പോയി അത് എടുത്ത് വേദപുസ്തകം എടുത്ത് അത് തുറന്ന് ചാപ്റ്റർ കണ്ടുപിടിച്ച് വായിക്കണം. അതേസമയത്ത് എൻ്റെ കൂടെ പുറത്തേക്ക് നോക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള സംഗതിയാണ്. അപ്പം നേച്ചർ ഈസ് eternally open Bible, whereas the other thing needs technical sort of manipulation to open it. രണ്ടാമത്തെ ഒരു സംഗതി,
ഇവിടെ മാമൂലർക്ക് സാറ് പറഞ്ഞപ്പം ഈ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ക്രിയേഷനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ അങ്ങനെ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം, ഗോഡ് ദ ക്രിയേറ്റർ ഓഫ് ഓൾ ദാറ്റ് ഈസ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. ഈ അടുത്ത കാലത്താണ് ഇൻവിസിബിലിറ്റിയുടെ അർത്ഥം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലായി വരുന്നത്. കഴിഞ്ഞ വർഷം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സയൻസ് ആംഗ്ലറ്റിൻ സെമിനാറിൽ പോയി സംബന്ധിച്ച് അവിടെ വളരെ പ്രഗത്ഭരായ നൊബേൽ പ്രൈസ് കിട്ടിയ ചില ആസ്ട്രോ ഫിസിസിസ്റ്റുകളും ക്വാണ്ടം ഫിസിസിസ്റ്റുകളും ഉണ്ട്. രണ്ടറ്റത്താണ്. ആസ്ട്രോ ഫിസിക്സും ക്വാണ്ടം ഫിസിക്സും റിയാലിറ്റിയുടെ അറ്റത്താണ്. അപ്പോൾ അവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു സംഗതി അവർക്കൊന്നും അറിയാൻ പാടില്ലെന്ന് അവർ തന്നെ പറയുന്നു. സാർ ഇവിടെ പറഞ്ഞല്ലോ, അറിയാവുന്നതിൻ്റെ 4% മാത്തമാറ്റിക്കലി അത് ഇല്ലോജിക്കലാണ്. കാരണം അവരെങ്ങനെയാണ് ഈ 100% ഇവിടെ അറിയാൻ പാടില്ലെന്ന് പറയുന്നത്? പിന്നെ എങ്ങനെയാണ് 4% എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ 4% ഈ മെറ്റീരിയൽ യൂണിവേഴ്സ്, നമുക്കറിയാവുന്ന യൂണിവേഴ്സ്. നമുക്കറിയാവുന്ന യൂണിവേഴ്സ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇവിടുന്ന് ബില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് അപ്പുറയുള്ള യൂണിവേഴ്സ് നമുക്കറിയാവുന്ന വിസിബിൾ യൂണിവേഴ്സ് എന്ന സങ്കല്പം 4%. പക്ഷേ ഈ ഭൂമിയുടെ ചുറ്റുവട്ടം മാത്രമേ ചന്ദ്രനെ അറിയാം, പിന്നെ കുറച്ച് അല്പം കൂടെ നമുക്ക് അറിയാം. പിന്നെ ഒരു 26% ഡാർക്ക് മാറ്റർ എന്നാണ് അവർ പറയുന്നത്. ഈ ഡാർക്ക് മാറ്റർ എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പം 26 4 30 ആയുള്ളൂ. പിന്നെ 100% ആക്കണേ. പിന്നെ ഒരു 70% ഈ 70% ഡാർക്ക് എനർജിയാണെന്ന് അവർ പറയുന്നു. ഈ ഡാർക്ക് എനർജി എന്താണെന്ന് ഒട്ടുമേ നമുക്ക് അറിഞ്ഞുകൂടാ. ഡാർക്ക് മാറ്റർ ഉണ്ടെന്ന് അവർ പറയുന്നതിൻ്റെ ഒരു കാരണം വളരെ ലോജിക്കലാണ്. ഇപ്പം ഒരാൾ കുറയുമെന്ന് എൻ്റെ ഈ ഉപായത്തെ പിടിച്ച് പുറകോട്ട് ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ എനിക്കറിയാം ആരോ എന്നെ വലിക്കുന്നുണ്ട്. ആരാണെന്ന് എനിക്കറിയാൻ പാടില്ല. മനുഷ്യനാണോ മൃഗമാണോ അതോ വല്ല ചൂണ്ടയാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. സംതിങ് ഓർ സംബഡി ഈസ് പുള്ളിങ് മീ എന്ന് മാത്രം നമുക്കറിയാം. അപ്പോൾ ഈ ഡാർക്ക് മാറ്ററിൻ്റെ ചില ഫോഴ്സസ് ഇവിടെ ഉണ്ട്. നമുക്കറിയാവുന്ന യൂണിവേഴ്സിൽ ചില ഫോഴ്സസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് there must be some matter which is exerting a force on the visible part of our universe, but we do not know what that matter is. അതിനപ്പുറത്തുള്ള ഡാർക്ക് എനർജിയാണ്. അത് ഇതുപോലെ ചില കൺക്ലൂഷൻസ് എടുക്കുന്ന മാത്രമേ ഉള്ളൂ. there is no real knowledge of what things are. അപ്പം ഈ നമ്മുടെ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ വരുമ്പോഴേ ഈ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്ന് നമ്മുടെ വേദപുസ്തക സാക്ഷ്യമുണ്ട്. ബുക്ക് ഓഫ് ജെനസിസിലെ ഓരോ ദിവസത്തെയും സൃഷ്ടി കഴിയുമ്പോൾ ദൈവം നോക്കിയിട്ട് നല്ലതെന്ന് കണ്ടു. ഗോഡ് സോ ദാറ്റ് ഇറ്റ് വാസ് ഗുഡ്. ആ ഗുഡിന് 2 അർത്ഥമുണ്ട്. ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പം കാലോസ് എന്നും അഗദോസ് എന്നും തർജ്ജമ ചെയ്യാം. കാലോസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്നാണ്. കാലിഗ്രാഫി, കാലിഡോസ്കോപ്പ് എല്ലാം ബ്യൂട്ടിഫുൾ ആ വാക്കിൻ്റെ ആദ്യം കാലോസ്. അഗദോസ് എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നാണ്. മലയാളത്തിൽ നല്ലതെന്ന് പറഞ്ഞാൽ സുന്ദരമെന്നും ആകാം, നല്ലതെന്നും നന്മയുള്ളതെന്നും ആകാം. അപ്പം ഈ ദൈവത്തിൻ്റെ ഈ സൃഷ്ടി എല്ലാം നല്ലതാണ് എന്ന് വേദപുസ്തകത്തിൻ്റെ ഒരു ഫണ്ടമെന്റൽ ആഫർമേഷനാണ്. അപ്പം കിഴക്കും പടിഞ്ഞാറുമുള്ള സഭാ ഗുരുക്കന്മാരെല്ലാവരും തന്നെ ഇത് ഒരു അടിസ്ഥാന സത്യമായിട്ട് എടുത്തതാണ്. ഗോഡ്സ് ക്രിയേഷൻ ഈസ് ഗുഡ്. ദർ ഈസ് നോ ഈവിൾ വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. അപ്പോൾ ഉടനെ ചോദ്യം വരും, പിന്നെ എവിടുന്നാണ് ഈവിൾ വരുന്നതെന്ന്. അതിന് സമാധാനം പലരും പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ നിങ്ങൾക്ക് സമാധാനം, നമ്മുടെ കർമ്മസിദ്ധാന്തം, ഇന്ത്യയിലെ കർമ്മസിദ്ധാന്തമായ എൻ്റെ അറിവിൽ ഏറ്റവും പ്രഗത്ഭമായ ഒരു ഉത്തരം അതാണ്. എവിടുന്നാണ് തിന്മ വന്നത്, എവിടുന്നാണ് അനീതി ഉണ്ടായെന്നുള്ളൊരു ഉത്തരം കൊടുക്കുന്ന ഒരു സിദ്ധാന്തമാണ് കർമ്മസിദ്ധാന്തം. പക്ഷെ അതിനെ നമ്മൾ അബ്യൂസ് ചെയ്ത് അതിനെ വല്ലാതെയാക്കി ഇന്ത്യയിൽ എന്നുള്ളത് വാസ്തവമാണ്. ഈ ഗ്രീക്ക് ട്രഡീഷനിലെ ഏർലി ക്രിസ്ത്യൻ ട്രഡീഷനിലെ ഫാദേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈവിൾ ഹാസ് നോ ബി, ഇറ്റ് ഈസ് എൻ ആബ്സെൻസ്. ഇറ്റ് ഈസ് എൻ ആബ്സെൻസ് ഓഫ് ദ ഗുഡ്. നമുക്ക് ലോജിക്കലി മനസ്സിലാക്കാം. അപ്പം ഇവിടെ ഇരുട്ട് പ്രകാശമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സൂര്യൻ അവിടെ പ്രകാശിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ലൈറ്റ് ഉണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്. പിന്നെ ഫിസിക്സിൽ പറഞ്ഞാൽ ഫോട്ടോൺ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ
നമ്മളെ ഇങ്ങനെ നിരന്തരമായിട്ട് ഫോട്ടോൺ പാർട്ടിക്കിൾസ് നമ്മളെ എൻഡിങ് ചെയ്യുന്നുണ്ട് ഈ ലൈറ്റ് സോഴ്സിൽ നിന്നൊക്കെ. സോ ദർ ഈസ് സംതിങ്, ദർ ഈസ് സം സബ്സ്റ്റൻസ് വിച്ച് വി ക്യാൻ കോൾ ലൈറ്റ്. ബട്ട് ഇത് ഓഫായി രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്. ആൻഡ് വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് ഓഫ് ഡാർക്ക്നെസ്? ഡാർക്ക്നെസ്സിന് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉണ്ടോ? ഫോട്ടോൺ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞതുപോലെ ഡാർക്ക് പാർട്ടിക്കിൾസ് ഉണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് ദി ആബ്സെൻസ് ഓഫ് ലൈറ്റ്. ഇതാണ് ഈ സഭാഗുരുക്കന്മാരെ ഉപയോഗിക്കുന്നത്. ഈവിൾ ഈസ് ദി ആബ്സെൻസ് ഓഫ് ദി ഗുഡ്. ഈവിൾ ഹാസ് നോ കിങ്ഡം ഓഫ് സബ്സ്റ്റൻസ് എന്ന് തന്നെ ഒരാൾ പറയുന്നുണ്ട്. കൊട്ടേഷനാണ്. ഈവിൾ ഹാസ് നോ സബ്സ്റ്റൻസ് ഓർ കിങ്ഡം. അപ്പം സൃഷ്ടിയിൽ തിന്മയുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ആ തിന്മ ദൈവത്തിന്റെ സൃഷ്ടിയല്ല എന്ന് നമ്മൾ പറയും. ഇന്ത്യയിലെ നിങ്ങൾക്കറിയാം അതെങ്ങനെയാണ് അതിനെ മറികടക്കും. ഇന്ത്യയിലെ രജുസർപ്പവാദം വളരെ പ്രസിദ്ധമാണ്. ഇന്ത്യയിലെ രജുസർപ്പവാദം, അതായത് നമ്മൾ അത് യഥാർത്ഥമല്ല എന്ന് നമുക്കറിയാമെങ്കിലും നമ്മുടെ അനുഭവത്തിൽ യാഥാർത്ഥ്യമായിട്ട് വരുന്നു. നിങ്ങൾ സന്ധ്യയാകുമ്പോഴേ നാട്ടിൻപുറത്തൂടെ ഒരു ചെറിയ വഴിയിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് നിങ്ങളുടെ കാലിന് തൊട്ട് മുമ്പിൽ ഒരു പാമ്പ്. നിങ്ങൾ ഞെട്ടുന്നു, വിറയ്ക്കുന്നു, വേർക്കുന്നു, ചില നിലവിളിക്കും, ചിലൊന്നും പറയാൻ സാധിക്കാതെ സ്തബ്ധനായിട്ട് അവിടെ നിങ്ങൾ നിന്നു പോകുന്നു. ചിലർക്ക് ഹാർട്ട് ബീറ്റ് കൂടും, ചിലപ്പം അതുകൊണ്ട് തന്നെ തട്ടിപ്പോകാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോഴേ പെട്ടെന്ന് ഒരാൾ ലൈറ്റുമായിട്ട് വരുന്നു. ടോർച്ച് അടിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു പഴയ കയറിൻ്റെ കഷ്ണമാണ് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നു. അപ്പം നിങ്ങൾ ആശ്വാസമായി. പക്ഷേ ആദ്യം നിങ്ങൾക്കുണ്ടായ അനുഭവം വ്യാജമാണോ മായയാണോ അത് സത്യമാണോ? അത് സത്യമാണ് അല്ലേ? കാരണം നിങ്ങൾ വേർത്തു, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടി അല്ലേ, നിങ്ങളുടെ പൾസ് എല്ലാം വ്യത്യാസം വന്നു, നിങ്ങൾ നിലവിളിച്ചു. ദാറ്റ് ഈസ് എ റിയാലിറ്റി. അതിനാണ് ശങ്കരാചാര്യനും മറ്റും വ്യാവഹാരിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. വ്യാവഹാരിക യാഥാർത്ഥ്യമാണ്, നിഷേധിക്കാൻ പാടില്ല. അതിന് യഥാർത്ഥമായ അനുഭവത്തിന്റെ എല്ലാ അനുഭവവും അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ വെളിച്ചം വന്നപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി, അത് പൂർണ്ണമായും അത് അവിദ്യയായി, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായത്. അറിവ് വന്നപ്പോൾ, വെളിച്ചം വന്നപ്പോൾ അത് മാറി എന്നുള്ളതാണ്. ഇതാ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഇന്ത്യയിൽ കൊടുക്കുന്നു. ഇത് തന്നെ ഈ സഭാപിതാക്കന്മാരും ഉപയോഗിക്കുന്നുണ്ട്. ഈ ടേൺ ടു ലൈറ്റ്, ദ ട്രൂ ലൈറ്റ് കംസ്, then the darkness is dispelled. സെന്റ് ജോൺസ് ഗോസ്പെല്ലിലെ ആദ്യത്തെ ചാപ്റ്ററിൽ അങ്ങനെയാണല്ലോ. വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, ലോകമോ അതിനെ തിരിച്ചറിഞ്ഞില്ല. ഈ വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നു. ഈ വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നു. അത് നിരന്തരമായിട്ട് ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷെ മനുഷ്യരോ അതിനെ തിരിച്ചറിഞ്ഞില്ല. ഇത് ഈ രജസർപ്പവാദത്തിന്റെ വേറൊരു ഒരു വേർഷനാണ് സെന്റ് ജോൺസ് ഗോസ്പെല്ലിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്താണ്? നമ്മുടെ ടാസ്ക് വി ടേൺ ടു ലൈറ്റ്, വി ട്രൈ ടു റിസീവ് ദ ട്രൂ ലൈറ്റ് ആൻഡ് ദെൻ വി സീ തിങ്സ് ആസ് ദേ ആർ. മൂന്നാമതായിട്ട് ഈ നേച്ചർ ഹാസ് എ സ്ക്രിപ്ചറൽ ഫങ്ഷൻ. സ്ക്രിപ്ചറിന്റെ ഫങ്ഷൻ എന്താ? ഇപ്പം നമ്മളെന്താ, നമ്മളെ വേദപുസ്തകം വായിക്കുന്നവരും വേദപുസ്തകത്തെ ആദരിക്കുന്നവരും അവിടെ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ എന്താ അതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷനായിട്ട് നമ്മൾ എന്താ ഒരു ക്രിസ്ത്യാനി എന്താ മനസ്സിലാക്കുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട് നമുക്ക് കിട്ടുന്നു അല്ലേ? ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, വെളിപാട് നമുക്ക് കിട്ടുന്നു. ദൈവത്തെക്കുറിച്ച് കിട്ടുന്നത് കൊണ്ട് ലോകത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചും നമ്മുടെ ആത്മാവിനെ കുറിച്ചും നമ്മുടെ ഉത്ഭവത്തെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചും വെളിപാടുകൾ വേദപുസ്തകം നൽകുന്നു എന്നാണ് നമ്മുടെ ഒരു ചിന്ത. അവിടെ revelation or revelatory function is the chief function of the Holy Scripture. അത് എല്ലാ സഭകളിലും അങ്ങനെയാണ്. അവിടെ സഭാ വ്യത്യാസമൊന്നുമില്ല. The Bible, the word of God reveals. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ആ റെവലേഷന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കും എന്നേ ഉള്ളൂ. ഈ ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ പലപ്പോഴും കണ്ടുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നവർ പെട്ടെന്ന് അത് ദിവസം സാധാരണ വായിക്കുന്നവരല്ല, എന്നാലും പോകുന്നതിന് മുമ്പ് ദിവസം എടുത്തൊന്ന് നൂറ്റി നോക്കും. ആദ്യം കാണുന്ന വാക്യം എന്താണ് അല്ലേ? അത് ശുഭകരമായ വാക്യമാണോ അതോ നീ പോയി കെട്ടി തൂങ്ങണമെന്ന് പറയുന്ന വാക്യമാണോ? ശുഭകരമായ വാക്യമാണെങ്കിൽ നല്ലതാണ് എന്ന് ചിന്ത. അത്രയേ ഉള്ളൂ വേദവസമായല്ലേ അവരുടെ ഇങ്ങനെ ഇങ്ങോട്ട് പോകുകയാണ്. ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടായി നമ്മുടെ
കാരണം ചെയ്ത ഉസ്താദ് സിനിമയിൽ ഒരു കഥ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? തിരുമേനി ഈ വേദപുസ്തകത്തിൽ ആഴമായിട്ട് വിശ്വസിച്ചിരുന്ന ആളാണ്. എല്ലാം വേർഡ് ഓഫ് ഗോഡാണ്. തിരുമേനിയുടെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്കറിയാം, സുവിശേഷം, ഗോസ്പൽ. തിരുമേനി ചെമ്മാറ്റനായിരുന്നപ്പോഴേ ഒരു വ്യക്തിപരമായ പ്രതിസന്ധി ഉടലെടുത്തു. ഓർത്തഡോക്സ് സഭയിലെ ചെമ്മാറ്റ കല്യാണം കഴിക്കുന്നെങ്കിൽ ചെമ്മാറ്റനായിരിക്കുമ്പോൾ കല്യാണം കഴിക്കണം, അച്ഛനായി കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കാൻ അനുവാദമില്ല, കാനോനിക്കലായിട്ട്. അപ്പോൾ തിരുമേനിക്ക് നമ്മൾ തീരുമാനിക്കാൻ സാധിക്കുന്നില്ല, കല്യാണം കഴിക്കണോ കഴിക്കാതിരിക്കണം എന്നുള്ള സംശയമാണ്. അപ്പം കുറേ ദിവസം ധ്യാനിച്ച് പ്രാർത്ഥിക്കാം, അന്നേരം ദൈവം ഒരു പക്ഷേ വെളിപ്പെടുത്തും എന്ന് വിചാരിച്ച് ബഥനി ആശ്രമത്തിൽ പോയി. ഇവിടെ തിരുനാൾ ബഥനി ആശ്രമത്തിൽ പോയി കുറച്ച് ദിവസം പ്രാർത്ഥിച്ച് ധ്യാനിച്ചു. പക്ഷേ കുറേ ദിവസം ഇരുന്നിട്ടും തിരുമേനിക്ക് ഒരു വെളിപാട് കിട്ടുന്നില്ല. വേദവസ്തു എടുത്ത് തിരിച്ചു മറിച്ചു എല്ലാം പല പ്രാവശ്യം നോക്കി, വെളിപാട് കിട്ടുന്നില്ല. എന്താ കെട്ടുണ്ടല്ലോ. അന്നേരമാണ് ഒരു പക്ഷി ഇങ്ങനെ പാടിക്കൊണ്ട് പോകുന്നത്. അച്ചംകൊമ്പത്ത് പക്ഷിയെ നിങ്ങൾക്ക് അറിയാമല്ലോ. അച്ചംകൊമ്പത്ത് പക്ഷി പാടുന്നത് എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യാഖ്യാനം ഉണ്ട് അതിന്. അച്ചംകൊമ്പത്ത് പക്ഷി പാടി ഇങ്ങനെയാണ്: ഇപ്പം കെട്ടണ്ട പട്ടം കെട്ടിക്കോ, ഇപ്പം കെട്ടണ്ട പട്ടം കെട്ടിക്കോ. ഇതാണ് അച്ചംകൊമ്പത്ത് പക്ഷിയുടെ പാട്ടായിട്ട് തിരുമേനിക്ക് കിട്ടിയത്. അപ്പൊ തിരുമേനി തീരുമാനിച്ചത് ദൈവത്തിന്റെ അരുളപ്പാടാണ്, ദൈവത്തിന്റെ വെളിപാടാണ്. അതുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല, അവിവാഹിതനായിട്ട് ഇരിക്കാനായിട്ട് തിരുമേനി തീരുമാനിച്ചെന്ന് പറഞ്ഞ് തിരുമേനി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ഇത് വളരെ നല്ലൊരു എക്സാമ്പിളാണ്. കാരണം ബൈബിളാണെങ്കിലും പ്രകൃതിയാണെങ്കിലും വി ആർ ലുക്കിംഗ് ഫോർ സം ഗൈഡൻസ് ഇൻ അവർ ലൈഫ്, അല്ലേ? നമ്മുടെ ഭാവിയെ കുറിച്ച് നമുക്ക് ഒട്ടും ഒന്നും അറിഞ്ഞുകൂടാ. ഭാവിക്ക് ഒരു ഗൈഡൻസ് തരുന്ന, നിർദ്ദേശം തരുന്ന ഒരു സോഴ്സിന് വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. നേച്ചർ ആസ് വെൽ ആസ് സ്ക്രിപ്ചർ ക്യാൻ പ്രൊവൈഡ് ദിസ് guidance, this revelatory dimension. നേച്ചറിന് പ്രത്യേകിച്ചുമുണ്ട് എന്നുള്ളത് എല്ലാ സംസ്കാരങ്ങളിലും അങ്ങനെയാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ആകാശത്ത് നോക്കിയിട്ട് വൈകിട്ട് മഴ പെയ്യുമോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ അറിയാം. അവിടെ നിന്നാണല്ലോ ഈ കാലത്തിൻ്റെ സൂചനകൾ, സയൻസ് ഓഫ് ദ ടൈംസ് എന്നുള്ള പ്രസിദ്ധമായ ഒരു ഫ്രേസ് കർത്താവ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ഭൂമിയെ നോക്കിയാണ്, സൂര്യനെ നോക്കി, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ നോക്കിയാണ് നമ്മുടെ ഭാവിയെക്കുറിച്ച് പ്രവചനങ്ങൾ പലപ്പോഴും പല സംസ്കാരങ്ങളിലും പറയുന്നത്. So nature in its totality has a revelatory function, just as written scripture has this dimension of revelation. അടുത്തതായിട്ട് നമ്മുടെ ഈ റിട്ടൺ സ്ക്രിപ്ചറെ നമ്മുടെ ഓതേഴ്സിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം തൊട്ട് 5 പുസ്തകങ്ങൾ മോശ എഴുതിയതാണ്. മോശയുടെ പുസ്തകങ്ങളെന്നാണ് പെന്ററ്റ്യൂക്കിന് നമ്മൾ പറയുന്നത്. 5 പുസ്തകങ്ങൾ മോശ. പക്ഷെ മോശ മരിച്ച കാര്യം അതിനകത്ത് പറയുന്നുള്ളത് നമുക്കറിയാം, എങ്കിലും അത് മോശയുടെ പുസ്തകമായിട്ട് കരുതുന്നു. പിന്നെയുള്ള എല്ലാ പുസ്തകത്തിനും പേരുണ്ട്. ആ പേരിനെ സംബന്ധിച്ചാണ് ഈ വേദപുസ്തകം പഠിക്കുന്നവര്, തിയോളജി പഠിക്കുന്ന ഹയർ ലെവലിലൊക്കെ വെറുതെ അവരുടെ സമയം വ്യർത്ഥമായിട്ട് കളയുകയാണ്. 3-4 വർഷം ഡോക്ടറേറ്റ് ചെയ്യുന്നത് ബുക്ക് ഓഫ് ഹീബ്രൂസ് ആരെഴുതുന്നതാണ്? സെന്റ് പോൾ ആണോ അതോ സെന്റ് പോളിനെ അനുകരിച്ച് ആരെങ്കിലും എഴുതാണെന്ന് വെച്ചാൽ വ്യർത്ഥമായ സമയമാണ്. സ്കോളർഷിപ്പ് കിട്ടും, അതുകൊണ്ട് അങ്ങ് ജീവിച്ചു പോകും. വെറുതെ എന്നൊരു അവസാനം ആർക്കും മനസ്സിലാകാത്തൊരു തീസിസും എഴുതിയുണ്ടാക്കും. പാസ്റ്ററലി ഒരു എഡ്ജുമില്ലാത്ത, ഒരു റെലവൻസും ഇല്ലാത്ത സംഗതിയാണ്. പക്ഷെ ബൈബിളിലെ പേരുകളുണ്ട്. ഇന്ത്യയിലെ വേദത്തെക്കുറിച്ച് പറയുന്നത് ആ പൗരുഷയം എന്നാണ്. ആ പൗരുഷയം 4 വേദങ്ങളുണ്ട്. ആരാ എഴുതിയത്? അതിന് പേര് കൊടുക്കുകയില്ല. വ്യാസമുനിയുടെ പേരൊക്കെ പറയുമാരെങ്കിലും, പക്ഷെ അതുപോലെ വേറെ പലരുടെയും പേര് പറയും. ആ പൗരുഷയങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഏജൻസി കൂടാതെ വെളിപ്പെടുത്തപ്പെട്ട പുസ്തകങ്ങളാണ്. ഉപനിഷത്തുകൾ ആരാ എഴുതിയത്? പേരില്ല. ആ പൗരുഷയമാണ് വേദം എന്നുള്ളൊരു ചിന്ത ഇന്ത്യയിൽ നന്നായിട്ടുണ്ട്. നമുക്കുണ്ടത്, ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും ഉണ്ട്. ഇൻസ്പയർഡ് ഹ്യൂമൻ ഏജൻസി ഉണ്ട്. എഴുതുന്നത് മനുഷ്യരെഴുതുന്നത്, മഷിയോണ്ട് എഴുതുന്നു, പാർച്ച്മെന്റിൽ വേറെ ഏതെങ്കിലും മീഡിയത്തിൽ അവർ എഴുതുന്നു. ബട്ട് ദിസ് ഈസ് റിയലി റിവീൽഡ് വേർഡ് ഓഫ് ഗോഡ്. ഇൻസ്പയർഡ് ആണ് നമ്മുടെ, പക്ഷേ ഏജൻസി ഉണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷെ ഇസ്ലാം വരുമ്പോഴത്തേക്ക് ആ ഏജൻസി പോലും അങ്ങ് മിനിമൈസ് ചെയ്തു. മുഹമ്മദ് നബിക്ക് എഴുത്തുമാതിരി അറിയാമായിരുന്നു? അറിയാൻ പാടില്ലായിരുന്നു. അത് മോശം. മുസ്ലിങ്ങളോട് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുക മോശമാണ്, നിങ്ങളുടെ വലിയ പ്രവാചകൻ എഴുത്തുമാതിരി അറിയാൻ പാടില്ലായിരുന്നു പറഞ്ഞാൽ അങ്ങനെയല്ല. അതാണ് അതിന്റെ ടെസ്റ്റ്. അതാണ് the truth of revelation of the Holy Quran depends on the illiteracy of the prophet.
എഴുത്തും വായനയും അറിയാൻ പാടില്ലാത്ത ആളിലേക്കാണ് ഈ ദൈവത്തിന്റെ വചനം വന്നത്. അദ്ദേഹം അങ്ങനെ എഴുതി എന്ന് പറയുമ്പോൾ there is no human agency actually. It is completely the word of God. അറബിയിലാണ് അത്. അതുകൊണ്ടാണ് അറബിക്ക് തർജ്ജമയില്ലാത്തത്. ഖുർആൻ ഒരിക്കലും തർജ്ജമ ചെയ്യാനായിട്ട് അനുവദിക്കുകയില്ല. തർജ്ജമയില്ല ഖുർആൻ. പിന്നെ തർജ്ജമകൾ എന്ന് പറയുന്ന എല്ലാ വ്യാഖ്യാനങ്ങളാണ് നിങ്ങൾക്കറിയാം, ഭാഷ്യങ്ങളാണ്. മലയാളത്തിലൊക്കെ ഉണ്ട്, ഇംഗ്ലീഷിലൊക്കെ തർജ്ജമയുണ്ട്, പക്ഷെ അത് വ്യാഖ്യാനങ്ങളാണ്. എന്നാൽ ബൈബിളിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് തർജ്ജമ ചെയ്യാം. ഹ്യൂമൻ ഏജൻസി ഉണ്ട്, ഹ്യൂമൻ എറേഴ്സ് ഉണ്ട്. ഇപ്പം ഗ്രീക്ക് പഠിക്കുന്നവർക്കറിയാം, നമ്മൾ നന്നായിട്ട് ഗ്രീക്ക് പഠിച്ചു കഴിയുമ്പോൾ ഗോസ്പൽ വായിച്ചു കഴിയുമ്പോൾ പല ഗോസ്പൽസിലും തെറ്റുകളുണ്ട്, ഗ്രാമാറ്റിക്കലായിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ട്, അതുപോലെ ഫാക്ച്വലായിട്ടുള്ള എറേഴ്സ് വരാം. എല്ലാത്തിനും അബ്സല്യൂട്ട് ഇനറൻസി ഓഫ് ദ ബൈബിൾ എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്, അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ലോകത്തിൽ. അബ്സല്യൂട്ട് ഇനറൻസി. പക്ഷേ ജനറലി സ്പീക്കിംഗ് ട്രഡീഷണൽ ചർച്ചസ് ഡോണ്ട് സേ ദാറ്റ്. They say Bible is inspired word of God. Through human agency we can have grammatical errors, linguistic shortcomings. ഇതെല്ലാം അതിനകത്തുള്ളതും നമുക്ക് പറയുന്നതിന് കുഴപ്പമില്ല. ഈ ബൈബിളിന്റെ ഈ റെവലേറ്ററി ഫംഗ്ഷൻ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളിലൂടെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ സാം 19 തുടങ്ങുന്നത് തന്നെ എന്താ, ആകാശങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അതിന്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു. Heavens declare the glory of God and the firmament his handiwork. ഇത് ഒരു വലിയ റെവലേഷനാണ്. കാരണം മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണ് മനുഷ്യൻ ആകാശത്തിലേക്ക് നോക്കി മനസ്സിലാക്കുന്നു, ഈ പ്രപഞ്ചം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നുള്ളത്. അത് നമ്മൾ എത്ര വാക്കുകളിലൂടെ ഡിക്ലെയർ ചെയ്താലും ആ ഡിക്ലറേഷനൊക്കെ പരിമിതമായിരിക്കും. അതേസമയം നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഡിക്ലറേഷൻ അതൊരു അതിമഹത്തായ ഒരു വ്യാഖ്യാനമാണ് ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച്. അതുപോലെ തന്നെ അത് ഞാനിവിടെ മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട്. റോമൻസ് 1:20 what the apostle says, ever since the creation of the world his invisible nature, namely his eternal power and deity, has been clearly perceived in the things that have been made. അപ്പോൾ അത് സിംബോൾ അങ്ങനെയാണ് പറയണമെന്നതിൻ്റെ അർത്ഥം നേരത്തെയുള്ള ഒരു ആശയമാണ്. ഈ സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ദൈവത്തിൻ്റെ നിത്യമായ സ്വഭാവം ഈ സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വേദപുസ്തകം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നമുക്ക് കയ്യിലിരിക്കുന്ന എഴുതപ്പെട്ട വേദം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ ദൈവത്തിൻ്റെ മഹത്വം സൃഷ്ടിയിലൂടെ വായിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് സെൻപോൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതും നമുക്കറിയാം. എന്താ പറയുന്നത്? റോമൻസ് 1:21-23 പറയുന്നത്, For although they knew God, they did not honor him as God or give thanks to him. But they became futile in their thinking and their senseless minds were darkened. Claiming to be wise, they became fools and exchanged the glory of the immortal God for images resembling mortal man or birds or animals or reptiles. ഇതാണ് ഈ സൃഷ്ടി എന്ന് പറയുന്ന ബൈബിളിന്റെ ഏറ്റവും വലിയ റിസ്ക് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. It is open, it has more advantages than the written Bible. Everybody can afford it, but the risk is that you tend to make idols out of everything. ഇപ്പോൾ ഞാനൊരു ഇതായിട്ട് പറയില്ല, ഒരു നല്ല ഹിന്ദു, ശിവഭക്തിയുള്ള ഒരു ഹിന്ദു എവിടെയെങ്കിലും ഒരു മനോഹരമായ ഒരു ശിലാഖണ്ഡം, ഒരു കല്ല് നാച്ചുറലായിട്ട് ഉണ്ടായിരുന്നു ഇരിക്കട്ടെ, ഉടനെ അയാളുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ശിവലിംഗം അല്ലേ? അവിടെ ആരാധന അർപ്പിക്കാം. ഞങ്ങളുടെ കഴിഞ്ഞ മുമ്പത്തെ വർഷമായി കൈലാസത്തിൽ പോയത്. കൈലാസത്തിൽ വളരെ 60 കിലോമീറ്റർ ദൂരം നമുക്ക് മാനസ സരസ് അടുത്ത് ചെല്ലുമ്പോൾ കൈലാസം നല്ലവണ്ണം കാണാം. മാനസ സരസിൻ്റെ അവിടെ 60 കിലോമീറ്റർ ഉണ്ട് കൈലാസത്തേക്ക് പോയാൽ. ദൂരം നോക്കി ആ തൊട്ടടുത്താണെന്ന് തോന്നുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ കൈലാസം മുഴുവൻ സ്നോ ക്ലാഡാണ്. അത് ഈ മാനസ സരസിൽ, മാനസരോവറിൽ അത് പ്രതിഫലിക്കും. അതിശുദ്ധമായ ജലം, 16,000 അടി ഉയരത്തിൽ, അത്രയും ഉയരത്തിലുള്ള അത്രയും വലിപ്പമുള്ള വേറെ തടാകങ്ങളൊന്നും ലോകത്തിലില്ല.
ഹിമാലയത്തിലെ അതിമനോഹരമായ കാഴ്ചകളിലൊന്നാണ് ഈ മാനസ സരസ്. പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുന്നത്, നമ്മളൊരു മല കയറി ആ മല കയറി അങ്ങോട്ട് കാണുന്നത് പെട്ടെന്ന് ഈ മാനസ സരസും ഈ കൈലാസവും കൂടി ഒരുമിച്ച് പ്രത്യക്ഷപ്പെടും. ഞങ്ങളുടെ കൂടുതലുണ്ടായിരുന്ന ആളുകൾ വലിയ ഭക്തന്മാരായ ആളുകളുണ്ടായിരുന്നു. അത് പല രാജ്യങ്ങളിൽ വന്നവരാണ്. കൊറിയക്കാരുമുണ്ട്, ശ്രീലങ്കക്കാര്, മലേഷ്യക്കാരൊക്കെ ഉണ്ട്. നോക്കിയപ്പം ചില ആളുകൾ കാഴ്ച കണ്ട ഒരു നിമിഷത്തിന്റെ ഒരു ഭാഗത്ത് കാഴ്ച കണ്ട് അവർ നിരത്തങ്ങ് വീഴുകയാണ്. പിന്നെ ഒന്നും കാണുന്നില്ല. ഒരു മണ്ണിൽ കവിണ് വീണ് കിടക്കുകയാണ് ആ കാഴ്ചകൾ. കാരണം ഇവരുടെ സംബന്ധിച്ച് അത് മോക്ഷമാണ്. ആ നിമിഷം മോക്ഷമായി കഴിഞ്ഞത്. ഞാൻ പെട്ടെന്ന് ഓർത്തത് ഈ താബോർ മലയിലെ രൂപാന്തരത്തെ കുറിച്ചുള്ള ഈ ഐക്കൺസ് ഉണ്ട്. ഇവിടെ ഇരിപ്പില്ല ഐക്കൺസ്, ഈസ്റ്റേൺ ഓർത്തഡോക്സ് ഐക്കൺസ് ഉണ്ട്. ഐക്കൺസ് ഇങ്ങനെയാണ് ചെയ്തത്. ഈ ശിഷ്യന്മാർ 3 പേരും ഈ കവിണ് വീണ് കിടക്കുക. യേശുവും മോശയും ഏലിയാവും തമ്മിൽ സംസാരിക്കുന്നു. അത്ഭുതകരമായ പ്രകാശമുണ്ട്. ശിഷ്യന്മാർ 3 നിലത്ത് കവിണ് വീണ് കിടക്കുകയാണ്. അതുപോലെയാണ് കൈലാസത്തിന് മുൻപിൽ മാനസരോവരം കുറേ സമയമാണ് കിടക്കുന്നത്. അവരെ ആ അനുഭവം എനിക്കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ അന്നേരം ആഗ്രഹിച്ചു. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് നമുക്ക് സ്വാഭാവികമായിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് ദൈവത്തിന്റെ മനോഹരമായ സൃഷ്ടിയാണ് ഈ മല. അതിനപ്പുറം അതിന് സാങ്ക്ടിറ്റി ഇല്ല എന്നാണ് പറയാനായിട്ട് എൻ്റെ ലോജിക്കൽ മൈൻഡ് ശ്രമിക്കുന്നത്, അല്ലേ? ബട്ട് ഐ വുഡ് ഹാവ് റിജോയ്സ്ഡ് in sharing that experience of ecstasy when they actually saw Manasarovar and Kailas. ഇത് അപ്പം ഈ ദൈവത്തിൻ്റെ സൃഷ്ടി അതിമനോഹരമാകാം. പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അതിനെ വിഗ്രഹമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കും. ഈ വിഗ്രഹം ബാഹ്യമായ തലത്തിൽ മാത്രമല്ല. വളരെ പ്രസിദ്ധമായ ഒരു കമന്റ് ഉണ്ട് ഗ്രിഗോറിയോസ് നിസായുടെ. അതിവിടെ പ്രസിദ്ധമാക്കിയത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ് ഞങ്ങളെയൊക്കെ അത് പഠിപ്പിച്ചത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ നോട്ട് ഓൺലി മെറ്റീരിയൽ ഓബ്ജക്ട്സ്, നോട്ട് ഓൺലി യുവർ ക്രിയേഷൻസ്, ബട്ട് ഈവൻ യുവർ റിഫ്ലക്ഷൻ, യുവർ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ ബിക്കം ആൻ ഐഡൽ. ദൈവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് 1 മണിക്കൂർ പറയുന്നിരിക്കട്ടെ. അത് മുഴുവൻ എൻ്റെ കോൺസെപ്ച്വൽ പ്ലെയിനിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാന്നിരിക്കട്ടെ. അതെല്ലാം ഐഡൽസ് ആണ്. എന്ന് പറഞ്ഞാൽ കൂറ്റൻ ഐഡൽസ് ആണ്. ദൈവത്തിനും നിങ്ങൾക്കും ഇടയ്ക്ക് അത് ബാരിയർ ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തെ കാണാനാവാത്ത വിധം നമ്മൾ ബാരിയേഴ്സ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ അച്ഛന്മാരെ പലരും പള്ളിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു എളിയ വിശ്വാസം. നമ്മൾ പല പ്രസംഗങ്ങളിലൂടെയും യു ക്രിയേറ്റ് മോർ ഐഡൽസ് അറ്റ് ദി തിയോളജിക്കൽ ലെവൽ, ഐഡൽസ് ഓഫ് ഗോഡ്, സോ ദാറ്റ് നോബഡി ഇൻ ദി ചർച്ച് can see or experience God. So this can happen at the psychological level, at the material level, the spiritual level. അപ്പോൾ ഇതാണ് ഈ നേച്ചർ തിയോളജിയുടെ ഒരു റിസ്ക് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓരോ സപ്പോസ് വളരെ ഗൗരവമായിട്ട് തന്നെ പറയുന്നത്. ഒരു വശത്ത് eternal nature of God is revealed, at the same time everything can be made into an idol. പിന്നെ അടുത്ത ഭാഗം ഞാൻ വിടുകയാണ്, കാരണം സമയത്തിൻ്റെ ഒരു നമുക്ക് ചർച്ച ചെയ്യാതെ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴേ വേർ ഈസ് ദ പ്രോബ്ലം? അതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. ഈ പ്രോബ്ലം ഈ സൃഷ്ടിയിലാണോ പ്രശ്നം, ബൈബിളിലാണോ പ്രശ്നം, അതോ നമ്മളിലാണോ പ്രശ്നം? ഇപ്പം നേച്ചർ സുന്ദരമാണെന്ന് ഞാൻ പറയുന്നു, പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ശിലാഖണ്ഡം അല്ലെങ്കിൽ ഒരു പർവ്വതം ഞാനത് ശിവലിംഗമാക്കി രൂപാന്തരപ്പെടുത്തുന്നെങ്കിൽ പ്രശ്നം എന്നിലാണോ പ്രകൃതിയിലാണോ? പ്രകൃതിയിലല്ല, എന്നില്ല, അല്ലേ? ഐ ആം ദി പേഴ്സൺ ഹു ഡസ് ഇറ്റ്. ഐ ആം ദ ക്രിയേറ്റർ. ഇവിടെ ക്രിയേറ്റിവിറ്റിയുടെ പ്രശ്നം വരുന്നു. ക്രിയേറ്റിവിറ്റിക്ക് ഒരു അംബിഗ്വിറ്റിയാണ്. ഐ ആം ട്രൈങ് ടു ക്രിയേറ്റ് എ ഗോഡ് ഔട്ട് ഓഫ് നേച്ചർ. And I am trying to create a God out of the Bible. And a bibliolatry എന്നൊരു പ്രയോഗം നിങ്ങൾക്ക് വളരെ അറിയാമല്ലോ. Bibliolatry വർഷിപ്പ് ഓഫ് ദ ബൈബിൾ എന്ന്, വർഷിപ്പ് ഓഫ് ദി ലെറ്റേഴ്സ്. അക്ഷരത്തെ ദൈവമാക്കുന്ന, ഭാഷയെ ദൈവമാക്കുന്ന രീതിയാണ്. സോ നേച്ചർ ലെറ്ററി ആണെങ്കിലും ബിബ്ലിയോലെറ്ററി ആണെങ്കിലും ബോത്ത് ആർ ഐഡലട്രി. ബട്ട് വെർ ഈസ് ദ പ്രോബ്ലം? ഈസ് നേച്ചർ റെസ്പോൺസിബിൾ? ഞാൻ ഇവിടെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഫ്രം പിന്നീട് വരുന്നതാണ്, ഫ്രം ജെറമായ. അത് നിങ്ങൾ അടുത്ത പേജ് നോക്കാൻ കാണാം. അടുത്ത പേജിൽ ജെറമായ ചാപ്റ്റർ 12
നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. 10-ാമത്തെ നമ്പർ 10 പറഞ്ഞിരിക്കുന്നത്, How long will the land mourn and the grass of every field wither? For the wickedness of those who dwell in it, the bees and the birds are swept away. ഈ മൃഗങ്ങളും പക്ഷികളും ചെടികളും ഇങ്ങനെ ഇല്ലാതായി പോവുകയാണ് മനുഷ്യന്റെ ദുഷ്ടത മൂലം. ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എക്കോളജിക്കലി മനുഷ്യനാണ് ക്രിയേറ്റർ, മനുഷ്യനാണ് ലീഡർ. പക്ഷേ ഇറ്റ് ഈസ് ഹിസ് വിക്കറ്റ്നസ്, ഹിസ് ഈവിൾ that affects the whole creation. അപ്പോൾ ഇതിനകത്തൊരു ഇന്റർപ്രട്ടറുടെ റോളാണ്. നമ്മൾ തിയോളജി പഠിക്കുമ്പോൾ ഹെർമെനൂട്ടിക്സ്, എക്സജീസിസ് എന്നൊക്കെ പറയും. ബേസിക്കലി ഇന്റർപ്രിട്ടേഷനാണ്, ഇതെല്ലാം ഇന്റർപ്രിട്ടേഷനാണ്. മൈ ക്വസ്റ്റ്യൻ ഈസ്, ഹൂ ഈസ് ദ ഇന്റർപ്രട്ടർ? ആരാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ കുറച്ച് വിനയത്തോടെ നമുക്കറിയാം നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ എപ്പോഴും ശരിയാകുന്നില്ലാത്തതുകൊണ്ടാണ് ഇന്റർപ്രിട്ടേഷന് മുൻപായിട്ടും ഇന്റർപ്രിട്ടേഷൻ നടക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ബൈബിൾ വായിക്കുന്നതിന് മുൻപ് പ്രാർത്ഥനയുണ്ട്, നമുക്കറിയാം. എല്ലാ പാരമ്പര്യത്തിലുമുണ്ട്. എല്ലാ സഭകളിലും ബൈബിൾ വായിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഗോസ്പൽ വായിക്കുന്നതിന് മുൻപിൽ പ്രാർത്ഥന. വാട്ട് ഈസ് ദി എസൻസ് ഓഫ് ദാറ്റ് പ്രയർ? ദാറ്റ് ദി ഹോളി സ്പിരിറ്റ് മേ എൻലൈറ്റൻ അവർ മൈൻഡ് ആൻഡ് ഹാർട്ട് സോ ദാറ്റ് വി ഡിസേൺ ദി ട്രൂത്ത് ഓഫ് ദി ഗോസ്പൽ. സുവിശേഷത്തിന്റെ സത്യം മനസ്സിലാക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ബുദ്ധിയെ, ഞങ്ങളുടെ പ്രകാശിപ്പിക്കുകയും ആന്തരിക നയനത്തെ തുറക്കുകയും ചെയ്യണമെന്നാണ് എല്ലാ പാരമ്പര്യങ്ങളിലും പ്രാർത്ഥിക്കുന്നത്. അതിന്റെ അർത്ഥം ദി ഇന്റർപ്രട്ടർ ഈസ് എ വീക്ക് ഇന്റർപ്രട്ടർ. ദി ഇന്റർപ്രട്ടർ ഈസ് നോട്ട് ഓൾ സഫീഷ്യന്റ്. പക്ഷേ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി എടുക്കണം. സ്റ്റിൽ വി ആർ ദി ഇന്റർപ്രട്ടേഴ്സ്. നമ്മുടെ ഇന്റർപ്രട്ടേഷൻ അനുസരിച്ചാണ് ഈ നേച്ചർ മാറാൻ പോകുന്നത്. നേച്ചറിന് ക്ഷതം സംഭവിക്കുന്നത് നമ്മുടെ ഇന്റർപ്രട്ടേഷൻ കൊണ്ടാണ്. നേച്ചറിന് നന്മ ഉണ്ടാകുന്നത് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ കൊണ്ടാണ്. ലിൻ വൈറ്റ് എന്ന് പറയുന്ന ഓദറിനെ തിയോളജി പഠിച്ചിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ എക്കോളജിയും ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റിയും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. 1962 ലിൻ വൈറ്റിന്റെ ദി ഇക്കോളജിക് ക്രൈസിസ്, ഇക്കോളജിക്കൽ എന്ന് പറയുന്നത് ഇക്കോളജിക് ക്രൈസിസ് എന്ന് പറയുന്ന പുസ്തകം ഉണ്ടായത്. അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത് ഈ യഹൂദ ക്രൈസ്തവ പാരമ്പര്യത്തിലുള്ള ബൈബിളും ആ ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നവരുമാണ് ആധുനിക ലോകത്തിലെ പരിസ്ഥിതി പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണക്കാരെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ശക്തിയായിട്ട് ക്രിസ്ത്യൻ തിയോളജിയൻസ് എല്ലാം എതിർക്കുകയും നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ടായി ലിൻ വൈറ്റിനെ എതിർക്കാൻ വേണ്ടിയുണ്ടായി. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ കുറെ സത്യമുണ്ട്. നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തത് എങ്ങനെയാണ്? ഈ ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വ ജീവജാലങ്ങളുടെ പേരും വാഴുക എന്ന് പറഞ്ഞു അല്ലേ എന്ന് വേദവസത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് സകലത്തെയും നിനക്ക് കീഴാക്കിയിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രാജാധികാരം മനുഷ്യൻ കൈയേറ്റു എന്നുള്ള സങ്കല്പമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഏത് ഭൂമിയും നമുക്ക് പിടിച്ചടക്കാം. കാരണം ഐ എം ഇൻ ദി ഇമേജ് ഓഫ് ഗോഡ്, ഐ എം ദ കിങ് ഓഫ് ദ യൂണിവേഴ്സ്, ഐ എം അറ്റ് ദി അപെക്സ് ഓഫ് ഗോഡ്സ് ക്രിയേഷൻ, ഐ എം ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ. സൃഷ്ടിയുടെ മകുടമാണ് ഞാൻ എന്നാണല്ലോ നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ പറയുന്നത്. അതുകൊണ്ട് പിടിച്ചെടുക്കും. കൊളോണിയൽ എക്സ്പാൻഷന്റെ പുറകിലുള്ള തിയോളജി ഇതാണ്. വി ആർ എൻടൈറ്റിൽഡ് ടു ഗോ ഔട്ട് ആൻഡ് കോൺകർ എനി പ്ലേസ് ഇൻ ദ വേൾഡ്. ആ പ്ലേസ് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സ്റ്റാർട്ടഡ് ഗോയിങ് അപ്പ് അല്ലേ, ഔട്ടർ സ്പേസ് പിടിച്ചെടുക്കാം. ചന്ദ്രനിലെ ചൊവ്വയില് എല്ലാം നമ്മുടെ സെന്റേഴ്സ് സ്ഥാപിക്കുക. അവിടെ എല്ലാം പോയി എപ്പോഴും വേണം താമസിക്കാനായിട്ട്. യു ആർ occupying space. ഭൂമി തീർന്നു കഴിഞ്ഞപ്പോൾ യു ആർ ട്രൈങ് ടു occupy, colonialize the space. അപ്പം ഈ തിയോളജി വെച്ചുകൊണ്ടാണ് ഈ പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതും കൊളോണിയൽ മൂവ്മെന്റ് ഉണ്ടായതും. ഈ അധീശത്വ വേദശാസ്ത്രം നമുക്ക് ദോഷമുണ്ടാക്കിയെന്നാണ് ലിൻ വൈറ്റ് പറയുന്നത്. അത് തീർച്ചയായിട്ടും കുറച്ചൊക്കെ അതിൻ്റെ അകത്ത് അർത്ഥമുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇന്റർപ്രിട്ടേഷൻ. അതേസമയം പർദീസയുടെ അനുഭവം പറയുന്നത് എന്തുവാ? പർദീസയുടെ അനുഭവത്തിന്റെ നല്ല മനോഹരമായ വിവരണങ്ങളുണ്ട്. പർദീസയിലെ ഈ മൃഗങ്ങളും പക്ഷികളും പേരിട്ട് കിട്ടുവാൻ വേണ്ടി ആദാമിന്റെ അടുത്ത് വന്നാണ് പറയുന്നത്. ഞാൻ ചില പഴയ പുരാതന ചിത്രങ്ങൾ കണ്ടുണ്ട്. ആദാമിനെ ഹവ്വയും ഇങ്ങനെ ഉരുമിയാ നിൽക്കുന്നത്. ഈ സിംഹവും കരടിയൊക്കെ വന്നിട്ട് ആദാമിനെ പേരിട്ട് കിട്ടാൻ വേണ്ടി ഉരുമി നിൽക്കുകയാണ്. നമുക്കിപ്പോൾ അത് ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ ലോകത്തില്
വലിയ ഡിസ്റ്റൻസാണ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് വൈൽഡ് ആനിമൽസ്, ഹ്യൂജ് ഗൾഫ്. പക്ഷേ പർദീസായിൽ വന്ന് ദേഹത്ത് ഗുരുമാണ്. മാത്രമല്ല ട്രാൻസ്പെറൻസി ഉണ്ട്. ഞാൻ ഒരു കടുവായെ നോക്കിയാൽ കാണുന്ന കടുവായല്ല, ഞാൻ ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെയാണ് കാണുന്നത്. ആദാം ഹവ്വായെ നോക്കിയാൽ ഇവളെൻ്റെ ഭാര്യയാണ്, ദൈവം എൻ്റെ പേര് ഇമ്പോസ് ചെയ്ത് ഞാൻ ചോദിക്കാതെ ദൈവം കൊണ്ടുകൊണ്ട് തന്നതാണ്, അവിടെ ഞാനിവിടെ ശരിയാക്കുന്നുണ്ട് എന്നല്ല ആദാം ചിന്തിക്കുന്നത്. When he sees Hawa, he sees the whole universe. ഹവ എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന അർത്ഥം ഹവ. അപ്പം ആ ജീവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയും കാണും. അത് തന്നെയാണ് ഹവ ആദാമിനെ നോക്കുമ്പോഴും കാണുന്നത്. ആദാമിലൂടെ കാണാം ഈ സർവ്വ സൃഷ്ടിയെയും ദൈവത്തെയും കാണാം. ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ട്രാൻസ്പെറൻസി വിച്ച് വി ലോസ്റ്റ് ഇൻ ഗോഡ്സ് ക്രിയേഷൻ. അതാണ് നമ്മുടെ ഈ ശരീരം ട്രാൻസ്പെറൻസി നഷ്ടപ്പെട്ട ശരീരമാണ്. വെയിറ്റും ഉണ്ടതിന്. അതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ടീച്ചിങ് ആണ്. ഈ വെയിറ്റ് കൊണ്ടാണ് നമ്മൾ ഭൂമിയുടെ ആകർഷണത്തിന് വിധേയരാകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നതെല്ലാം ഗ്രാവിറ്റേഷനിൽ ഉള്ളതുകൊണ്ടാണ്. ഗ്രാവിറ്റേഷനിൽ ഉള്ളത് എർത്ത്, അത് നമ്മളെ പിടിച്ച് ഭരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പിടിക്കുന്നത്. അതില്ലെങ്കിൽ നമ്മൾ ഫ്ലോട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം. എന്ന് വെച്ചാൽ പിന്നെ ബക്കറ്റിലെ വെള്ളം ഉദ്ദേശിക്കുന്നത്. ശരിക്ക് ഒരു സ്വിമ്മിംഗ് പൂളിലോ അല്ലെങ്കിൽ കടലിലോ തോട്ടിലോ ഇറങ്ങി നല്ല വെള്ളത്തിൽ കുളിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇറങ്ങിയ ഉടനെ ആദ്യം ഉണ്ടാകുന്ന ഒരു അനുഭവം, ഒരു എക്സ്റ്റാറ്റിക് എക്സ്പീരിയൻസ് എന്തായിരിക്കും? വെള്ളത്തിലോട്ട് മുഴുകി കഴിയുമ്പോൾ യു ലൂസ് യുവർ വെയിറ്റ്. എൻ്റെ ശരീരത്തിന്റെ ഭാരം നഷ്ടപ്പെട്ടു എന്ന് ഉണ്ടാകുന്നൊരു നിമിഷം വിട്ടുള്ളത്. നമ്മൾ പിന്നെ അങ്ങ് മറക്കും. പിന്നെ നമ്മൾ നീന്താനും കുടിക്കാനും ഒക്കെ പോകും. ബട്ട് യു ഫീൽ ദിസ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഓഫ് ലൂസിങ് യുവർ വെയിറ്റ്. നമ്മളെല്ലാവരും കൊച്ചുകുട്ടികളുടെ ഏറ്റവും വലിയ ആഗ്രഹം വെള്ളത്തിൽ കളിക്കാനായിട്ട്. ദേ വോണ്ട് ടു ഗോ ബാക്ക് ടു ഇറ്റ്, ദാറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഹാവിങ് നോ വെയിറ്റ്. ഈ ഇങ്ങനെ കസേര കിടക്കുന്ന പുള്ളിക്കാരനുണ്ടല്ലോ, നമ്മുടെ കേംബ്രിഡ്ജിലെ ഫിസിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിങ്. അനങ്ങാൻ വയ്യാത്ത ആളാണ്. ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല. അദ്ദേഹം ഇങ്ങനെ ഈ ഇവിടുത്തെ അദ്ദേഹത്തിന്റെ ഞാൻ ഈ കഴിഞ്ഞ വർഷം പോയ സെമിനാറിലെ അദ്ദേഹത്തിന് എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഞാനത് കാണാൻ പറ്റുമെങ്കിൽ അത് സാധിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ അങ്ങനെ കാണാനൊന്നും സാധിക്കുകയില്ല. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പറഞ്ഞ് ഇവിടെ ഒരു ഇതാണ് അനക്കം. ഇതിങ്ങനെ അനക്കുമ്പം ചില റെസ്പോൺസ് ഉണ്ടാകും. അതനുസരിച്ച് പിന്നെ കമ്പ്യൂട്ടർ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പകർത്തിയെടുക്കും. അല്ലാതെ വേറെ യാതൊരു മാർഗമില്ല. ഈ മനുഷ്യൻ വലിയ ആഗ്രഹം, അദ്ദേഹം ഈ ഔട്ടർ സ്പേസിനെ കുറിച്ച് എല്ലാം പഠിക്കുന്ന ആളാണല്ലോ. ഈ ഭാരമില്ലായ്മ എന്താണെന്ന് അറിയണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം, വെയ്റ്റ്ലെസ്നെസ്. അപ്പം അതിനൊരു പ്രത്യേക പ്ലെയിൻ തയ്യാറാക്കി. നമുക്കറിയാമല്ലോ, പ്ലെയിനിലെ വളരെ ഹൈറ്റിൽ ചെന്നിട്ട് പെട്ടെന്ന് അത് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ലൂസ് യുവർ വെയിറ്റ്. ലിഫ്റ്റൊക്കെ അറിയാനും മതി. ഒരു 10 നിലയുള്ള കെട്ടിടത്തിൻ്റെ ലിഫ്റ്റൊക്കെ ഇട്ടിട്ടില്ലേ, നല്ല ലിഫ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഒരു നിമിഷം നമ്മുടെ വെയിറ്റ് ലൂസ്. ഇതുപോലെ അവിടെ പോയി ഇതിനകത്ത് എന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം വായിൽ കിടക്കുന്ന ഒരു പടം ഹിന്ദുവിലൊക്കെ വന്നിരുന്നു. താഴോട്ട് വന്നിട്ട് അതൊക്കെ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമില്ല. കാരണം അതിങ്ങനെ വായുവിൽ ഫ്ലോട്ട് ചെയ്യുകയാണ്. അങ്ങനെ വെയ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത് വീഴ്ചയുടെ കോൺസിക്വൻസ് ആണ്. വീഴ്ചയ്ക്ക് മുമ്പ് അതില്ലായിരുന്നു, ഭാരമില്ലായിരുന്നു, ബോഡി ട്രാൻസ്പെറൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് പർദീസായുടെ അനുഭവം. അപ്പം ഇവിടെ നമ്മൾ ഒരു ഇന്റർപ്രറ്റർ എന്നുള്ള നിലയ്ക്ക് വാട്ട് ഡു യു വാണ്ട്, what do you suggest to people, to our world today? How do you interpret the text of the book of Genesis? എല്ലാത്തിനെയും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള സർവ്വ ജീവജാലങ്ങളുടെ മേലും വാഴുക എന്നുള്ളതാണോ നിങ്ങളെ സംബന്ധിച്ച പ്രധാനം? അതോ അതിനോട് ചേർന്ന് സഹകരിച്ച് സൗഹൃദം സ്ഥാപിച്ച് ആദാമിനും ഹവ്വായ്ക്കും പർദീസായിൽ വെച്ചുണ്ടായ അനുഭവം പോലെയുള്ള അനുഭവം കൈവരുത്തുകയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ എക്കോളജിക്കൽ ഒരു ഏജ് വന്നപ്പോഴത്തേക്ക് എല്ലാത്തിനും ഫ്രണ്ട്ലി എന്ന വാക്കല്ലേ ഉപയോഗിക്കുന്നത്, അല്ലേ? ഇത് നേച്ചർ ഫ്രണ്ട്ലി ആണ്, അല്ലേ? ഇത് പീപ്പിൾ ഫ്രണ്ട്ലി ആണ്, എൻ്റെ പ്രസംഗം ലിസണർ ഫ്രണ്ട്ലി ആകണം, അല്ലേ? അല്ലെങ്കിൽ മെഷീൻസ് എല്ലാം ഹ്യൂമൻ ഫ്രണ്ട്ലി ആകണം, പുസ്തകം സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആകണം, അല്ലേ? എന്ത് വാക്കുകൾക്ക് നമ്മൾ ഈ ഫ്രണ്ട്ലി എന്നുള്ള ചേർന്നു. ഇപ്പം ഞാൻ ഒരു പിന്നെ ഈ ശരിയായ വിഷം, കൊടും വിഷം വെച്ചാലും അതും പിന്നെ നേച്ചർ ഫ്രണ്ട്ലി എന്നോ എക്കോ ഫ്രണ്ട്ലി എന്നോ വേണം അതിൻ്റെ പുറത്ത് ചേർക്കുന്നത്. അത് നല്ലൊരു വാക്കാണ്. We are going back to this original paradise experience of friendship as the most important
experience in human relations, not only in human relations, in our inter-creature relations. സർവ്വ സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ഫ്രണ്ട്ഷിപ്പ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എൻ്റെ ഒരു എളിയ പ്രത്യാശയോടെ ഞാൻ പ്രകടിപ്പിക്കുകയാണ്, ഈ ഗ്രൂപ്പ് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറണം. എ ഗ്രൂപ്പ് which experiences real friendship in between us, and then gradually we develop that friendship with the nature outside. അതൊരു ഈസി ടാസ്ക് അല്ല, ബട്ട് ദിസ് ഈസ് അവർ ഗോൾ. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അത് മുഴുവൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾക്കത് വായിക്കാം. അപ്പോൾ ഒരു we are moving from a paradigm of dominion and exploitation to a paradigm of friendship and communion. That's my important point here. The movement from the paradigm or the model of exploitation and domination to the paradigm of friendship and communion. ഈ കമ്മ്യൂണിയൻ എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. തിയോളജിക്കലാണ്, സ്പിരിച്വലാണ്, എല്ലാ സഭകളിലും കമ്മ്യൂണിയനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് അതിൻ്റെ കൂടെ വരുന്നില്ല. പക്ഷേ ബൈബിളിലെ നമ്മൾ വലിയ ആളുകളെ കുറിച്ച് പറഞ്ഞതെല്ലാം എന്ത് വിശേഷിപ്പിച്ച ദൈവത്തിൻ്റെ സ്നേഹിതനായിത്തീരുന്ന പറയുന്നത് അല്ലേ. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാണ് അല്ലേ. പിന്നെ ആരൊക്കെയുണ്ട് ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായിട്ട് പറയുന്നത്? ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. പുതിയ നിയമത്തിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്ന അവസാനത്തെ പോയിന്റ്? He told his disciples, I am not calling you servants, I am calling you friends. ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല സ്നേഹിതന്മാരെന്നാണ് വിളിക്കുന്നത്. അതൊരു പുതിയ സംഗതിയല്ല. Since Jesus knew the whole tradition, he was tracing it back to the origin. ദൈവത്തിൻ്റെ സ്നേഹിതനാകുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി. അതിലേക്ക് ഈ മുക്കുവരായ ശിഷ്യന്മാരെ കൂടെ യേശു ക്രിസ്തു വിളിക്കുകയാണ്. യു ആർ മൈ ഫ്രണ്ട്സ് ആൻഡ് നോ ലോങ്ങർ സെർവൻസ്. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഐഡിയ വിച്ച് വി നീഡ് ടു ബ്രിങ് ബാക്ക് ടു അവർ സൊസൈറ്റി. എൻ്റെ ഒരു എളിയ അനുഭവത്തിൽ പറഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. എനിക്കധികം കിട്ടിയിട്ടില്ലെന്നുള്ളതൊരു വാസ്തവം, ഞാനധികം കൊടുത്തിട്ടില്ലെന്നുള്ളത് വേറൊരു വാസ്തവം. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സാധാരണ ഇംഗ്ലീഷിൽ പറയും ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്നൊക്കെ ആളുകളൊക്കെ പറയും. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഈ ഫ്രണ്ട്സാണ് ഏറ്റവും സുപ്രധാനമായ നിമിഷങ്ങളിൽ നമ്മളുടെ കമ്മ്യൂണിയനിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഈക്വലിസ്റ്റിക് കമ്മ്യൂണിയനെ പറ്റി മാത്രമല്ല പറഞ്ഞത്, റിയൽ കമ്മ്യൂണിയൻ വിത്ത് യുവർ ബീയിങ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വലിയ സംഗതിയാണ്. ദാറ്റ് ഓട്ടോമാറ്റിക്കലി ഈസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്സ് ക്രിയേഷൻ. അല്ലാതെ ഒരു എക്സ്ക്ലൂസീവ് ഫ്രണ്ട്ഷിപ്പ് അല്ല. ഞാനും എൻ്റെ സ്നേഹിതനും ഞാനും എൻ്റെ സ്നേഹിതയും അതല്ല. ദിസ് ഇസ് എ ഫ്രണ്ട്ഷിപ്പ് വിച്ച് ഈസ് ഓപ്പൺ ടു ഗോഡ്സ് ഹോൾ ക്രിയേഷൻ. അവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രണ്ട് ഡിഫറെൻറ്റ് പാരഡൈം മീൻസ് മോഡൽ, ഡൊമിനേഷൻ എക്സ്പ്ലോയിറ്റേഷനും മറ്റേത് ഫ്രണ്ട്ഷിപ്പ് കമ്മ്യൂണിയനും നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം in our social relations, in our political structure, in the family, and above all in the church as a model. Thank you.